എൻ്റെ റിയലി ഗുഡ് ഫ്രണ്ട്സ്. അപ്പോൾ എന്ത് സങ്കടങ്ങളും വിഷമങ്ങളും വരുമ്പോൾ ഞാൻ അവരെ വിളിച്ച് അല്ലെങ്കിൽ എൻ്റെ സങ്കടങ്ങളൊക്കെ പറയും. ആൻഡ് എൻ്റെ ലാർജർ ഫിലോസഫി ഉണ്ട്, ദൈവം ഏറ്റവും മികച്ച ഒരു ആർട്ടിസ്റ്റാണ്. കാരണം ലൈഫ് ആകുന്ന ഒരു ഷിഫ്റ്റിംഗ് ക്യാൻവാസിൽ എന്നെ ഞാനാക്കിയത് എൻ്റെ ബ്രദറാണ്. കാരണം എൻ്റെ എഡ്യൂക്കേഷൻ എല്ലാം പ്ലാൻ ചെയ്തു. ഇപ്പോൾ 10th കഴിഞ്ഞിട്ട് നാട്ടിൽ നിൽക്കരുത്, യു നീഡ് ടു ഗോ ടു. Hello everyone, welcome to Toppers Talk at Fortune Academy. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഈ കൊല്ലം 109ാം റാങ്ക് നേടിയ കോഴിക്കോട് നിന്നുള്ള അജയാണ്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അജയോട് ചോദിച്ചു മനസ്സിലാക്കാം. ഹായ് അജയ്. ഹായ് സർ. പക്ഷേ ഈ കൊല്ലം റിസൾട്ട് വന്നപ്പോൾ 109ാമത്തെ റാങ്ക് അല്ലേ? ആ ഹോളി PDF, നമ്മുടെ റിസൾട്ട് PDF തുറന്നപ്പോൾ ഉള്ള ആ ഒരു എക്സ്പീരിയൻസ് അതൊന്ന് ഷെയർ ചെയ്യാമോ? ആ ഒരു സക്സസ് മൂമെന്റിലെ എക്സ്പീരിയൻസ്. ഷുവർ സർ. സാർ, ഞാൻ റിസൾട്ട് ഇപ്പം 2 ദിവസം മുമ്പ് ഇപ്പം ചൊവ്വാഴ്ച തൊട്ട് വരുന്നു ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിൽ പോയി, കാരണം ഒരു സ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. സോ അവൻ്റെ റൂമിൽ ഇരുന്നിട്ടായിരുന്നു ഞങ്ങൾ മെയിൻസ് എൻ്റെ സമയത്തൊക്കെ ഞാൻ അവൻ്റെ റൂമിലായിരുന്നു. സോ എന്നെ ആദ്യം വിളിക്കുന്ന ആൽബർട്ട് ചേട്ടനാണ്, KS 3rd റാങ്ക് ഹോൾഡർ. എൻ്റെ കോളേജ് സീനിയറാണ്. ഞങ്ങൾ എൻ്റെ ഇന്റർവ്യൂ പ്രിപ്പറേഷനും മെയിൻസ് പ്രിപ്പറേഷനൊക്കെ പുള്ളി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ആൽബർട്ട് എബ്രഹാം പുള്ളി വിളിക്കുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഓക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഞാനും എക്സ്പെക്ട് ചെയ്യുന്നത് 2 മണി ആ സമയത്താണ്. അവിടെ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് ആ സമയത്തായിരിക്കും അവർ പോസ്റ്റ് ചെയ്യാന്നുള്ളൊരു എക്സ്പെക്ടേഷൻ എനിക്ക് ഉണ്ടായിരുന്നു. സോ ആൽബർട്ടിനെ വിളിച്ചപ്പോൾ എനിക്ക് തോന്നി ഓക്കെ സാധനം വന്നിട്ടുണ്ടെന്ന്. അപ്പൊ തന്നെ എൻ്റെ ഫ്രണ്ട് നോക്കുന്നു, എടാ 109 എടാന്ന് പറഞ്ഞിട്ട് അവരെന്നെ ഹഗ് ചെയ്യാണ്. സോ അതായിരുന്നു സാർ ആ മൊമെന്റ്. സോ അത് ഇറ്റ് വാസ് ലൈക്ക് റിയലി അൺഎക്സ്പെക്ടഡ്, ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് ആയിരുന്നു. അജയ് ഒരു കാര്യങ്ങൾ റിഫ്ലക്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്, റിഫ്ലക്റ്റീവ് ജേർണലിംഗ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്, ആൻഡ് അറ്റ് സം ലെവൽസ് ഒരു ചെറിയ ഫിലോസഫറാണ്. അപ്പോൾ ഈ റിസൾട്ട് വന്ന് നമുക്കിപ്പോ 2-3 ദിവസമായി, റൈറ്റ്? അപ്പം അതിനിപ്പോ റിഫ്ലക്ട് ചെയ്യുമ്പോൾ അതിനെങ്ങനെ കാണുന്നു? കാരണം ഇത് ഫസ്റ്റ് ടൈം അല്ല കിട്ടുന്നത്, നമുക്ക് സെക്കൻഡ് ടൈം ആണ് സിവിൽ സർവീസിലോട്ട് റിസൾട്ട് കിട്ടുന്നത്, റൈറ്റ്? അപ്പൊ ഇത് എങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്നു? എനിക്കൊന്ന് പല രീതിയിലാണ് ഞാൻ സാർ റിഫ്ലക്ട് ചെയ്യുന്നത്. അതായത് ഞാനിപ്പോൾ ഹാരി പോട്ടർ സീരീസ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നിയില്ല, ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ടൊരു ഡംബിൾഡോർ ഹാരിനോട് പറയുന്നുണ്ട്, ഹാരി ഇറ്റ് ഈസ് അവർ ചോയ്സസ് മോർ ദാൻ അവർ എബിലിറ്റി ദാറ്റ് മാറ്റേഴ്സ് എന്നുള്ള രീതിയിൽ. ഞാൻ കഴിഞ്ഞ തവണ റാങ്ക് വന്നപ്പോൾ ഐ വാസ് നോട്ട് ദാറ്റ് സാറ്റിസ്ഫൈഡ്. അപ്പം ഞാനിങ്ങനെ കുറച്ച്, അതായത് വീണ്ടും ഇനി ഇത് എഴുതണോ എന്നുള്ള കൺഫ്യൂഷനിലൊക്കെ ഇരിക്കുമ്പോൾ കാത്രിൻ എന്ന് പറഞ്ഞിട്ട് ഒരു IRS ഒരു മാം ഉണ്ട്. ഞാൻ മാമിന് ഇങ്ങനെ മാം എനിക്ക് കൺഗ്രാജുലേഷൻ മെസ്സേജ് അയച്ചു. അപ്പൊ ഞാൻ മാമിന് തിരിച്ചു, മാം വീണ്ടും എഴുതണോ വേണ്ടിയുള്ള കൺഫ്യൂഷനിലാണ്. അപ്പം മാളവിക ചേച്ചി ഉണ്ടല്ലോ കഴിഞ്ഞ വർഷത്തെ, സോ ആള് മാമിന്റെ ജൂനിയർ ആയിരുന്നു IRS. അപ്പൊ ഷി വാസ് ടെല്ലിങ് ഹർ സ്റ്റോറി. അപ്പൊ അജയ് ഡെലിവറി കഴിഞ്ഞിട്ട് ആള് 14 ഡേയ്സിൽ മെയിൻസ് എഴുതി. ആൻഡ് ദാറ്റ് ഷി വാസ് ഇൻ ദ ഇൻവെസ്റ്റിഗേഷൻ വിങ് ഇൻ IRS. അതും ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ്. അപ്പൊ ഇതെല്ലാം ഇടയിൽ കൂടെ ഇഫ് ഷീ കുഡ് മേക്ക് ഇറ്റ് ഷോ യുവർ മെറ്റൽ അജയ് എന്നാണ് മാം എനിക്ക് മെസ്സേജ്. ഇപ്പൊ തിരിഞ്ഞ് റിഫ്ലക്ട് ചെയ്യുമ്പോൾ ചില സ്റ്റോറീസ് റിയലി മാറ്റേഴ്സ് ദ മോസ്റ്റ്, എസ്പെഷ്യലി ടു ക്രിയേറ്റ് ആൻ അനദർ സ്റ്റോറി. ആ ഒരു റിഫ്ലക്ഷൻ ആണ് എനിക്ക് ആദ്യം തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ലോട്ട് ഓഫ് അതർ റിഫ്ലക്ഷൻ, ബീറ്റ് മൈ ബ്രദർ, ബീറ്റ് ഓൾ ദ ഗുഡ് സോൾസ് ഐ മെറ്റ് ഇൻ ദിസ് ജേർണി. ആൻഡ് എൻ്റെ ലാർജർ ഫിലോസഫി ഉണ്ട്, ദൈവം ഏറ്റവും മികച്ച ഒരു ആർട്ടിസ്റ്റാണ്. കാരണം ലൈഫ് ആകുന്ന ഒരു ഷിഫ്റ്റിംഗ് ക്യാൻവാസിൽ ഹി മേക്സ് ഓൾ ദ ഡോട്ട്സ് ഫസ്റ്റ്. അതെല്ലാം പുള്ളി കണക്ട് ചെയ്തിട്ട് മേക്ക് എ ബ്യൂട്ടിഫുൾ പിക്ചർ, ഒരു ബ്രെത്ത്ലെസ് പിക്ചർ പുള്ളി വരച്ചിടുന്നുള്ളത്. ഐ തിങ്ക് ദാറ്റ് വാസ് ദ ഡേ ഫോർ മീ ടു ലുക്ക് ബാക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ഗിവ് എ സ്മോൾ സ്മൈൽ ഫ്രം മൈ സൈഡ്. Oh, that's a very beautiful philosophy. Thank you, sir. ഇപ്പോൾ ഇടയ്ക്കൊന്ന് ചേട്ടൻ്റെ കാര്യം മെൻഷൻ ചെയ്തു, റൈറ്റ്? അജയ് ഇടയ്ക്ക് ചേട്ടനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. അപ്പോൾ ചേട്ടൻ അജയുടെ ലൈഫിൽ ഒരു ഭയങ്കര വലിയ ഇൻഫ്ലുവൻസ് ആണ് അല്ലേ? അതിനെ കുറിച്ചൊന്ന് പറയാമോ? എന്നെ ഞാനാക്കിയത് എൻ്റെ ബ്രദറാണ്. കാരണം എൻ്റെ എഡ്യൂക്കേഷൻ എല്ലാം പ്ലാൻ ചെയ്തു. ഇപ്പോൾ 10th കഴിഞ്ഞിട്ട് നാട്ടിൽ നിൽക്കരുത്, യു നീഡ് ടു ഗോ ടു ലൈക്ക് അനദർ പ്ലേസ്, ഒരു റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി ഒരു എക്സ്പോഷർ കിട്ടണം. അതിനുവേണ്ടി എല്ലാ ഫണ്ടിങ്ങും ചെയ്തത് അദ്ദേഹമാണ്. അപ്പോൾ 11th 12th ഞാൻ തിരുവനന്തപുരത്ത് സെൻറ് തോമസ് സെൻട്രൽ സ്കൂളിലേക്ക് വരുന്നു, ബിക്കോസ് ഐ വോണ്ട് ടു ഗോ ടു സ്റ്റീഫൻസ്. ചേട്ടനും പഠിച്ചത് ഹിന്ദു കോളേജിലാണ്. സോ സ്റ്റീഫൻസ് ആൻഡ് ഹിന്ദു ആർ റൈവൽറി കോളേജ്. അപ്പോൾ സിൻസ് ഹി ന്യൂ ദാറ്റ് മൈ ടേസ്റ്റ് ഈസ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ഹി സെഡ് ഗോ ടു സ്റ്റീഫൻസ്, യു ഗെറ്റ് ലോട്ട് ഓഫ് എക്സ്പോഷർ ഓവർ ദെയർ. പക്ഷേ അവിടെ ഒരു ഇന്റർവ്യൂ പ്രോസസ് ഉണ്ട് സ്റ്റീഫൻസിൽ, ഇറ്റ്സ് നോട്ട് ഓൺലി കട്ട് ഓഫ്. അപ്പോൾ അതിന് വേണമെങ്കിൽ യു നീഡ് ടു കം ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ ആൻഡ് ഒരു പുതിയൊരു സെറ്റപ്പിൽ നീ പഠിക്കണം. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്തേക്ക് വരുന്നത്. അത് കഴിഞ്ഞ് ഈവൻ മൈ ഡിസിഷൻ ടു ടേക്ക് UPSC
ആൻഡ് എൻ്റെ ഡീപ്പസ്റ്റ് സാഡസ്റ്റ് എല്ലാ സങ്കടങ്ങളും ഞാൻ ഷെയർ ചെയ്യുന്ന ഒരാൾ പുള്ളിയാണ്. അപ്പം അതിൽ ഞാൻ ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ കാണുമല്ലോ സർ, അതായത് മൂത്ത മക്കളുടെ പാരന്റിങ്ങിന്റെ എക്സ്പെരിമെന്റഡ് ചിൽഡ്രൻ ആണ്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് അവര് എക്സ്പെരിമെന്റേഷന് വിധേയമായി. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ മേക്ക് ഇറ്റ് എ പോയിന്റ് ദാറ്റ് അവരുടെ യങ്ങർ സിബ്ലിംഗ് അങ്ങനെ ഒരു എക്സ്പെരിമെന്റേഷന് വിധേയമാകരുത്. അതുകൊണ്ട് തന്നെ എൻ്റെ ബ്രദർ എന്നെ പഠിപ്പിച്ച ഏറ്റവും വലിയ വാല്യൂ ആണ് ബീങ് ഇമോഷണലി അവൈലബിൾ ടു എ പേഴ്സൺ ഹു റിയലി നീഡ്സ് ഇറ്റ് എന്നുള്ള രീതിയിൽ. അപ്പൊ എൻ്റെ എപ്പോഴുള്ള സങ്കടങ്ങൾ വരുമ്പോൾ ഐ ഗിവ് എ കോൾ ടു ഹിം, ആളോട് സംസാരിക്കും. അപ്പം ആൻഡ് ഹി മേഡ് ഇറ്റ് എ പോയിന്റ് ദാറ്റ് ആളുടെ യങ്ങർ സിബ്ലിംഗ് ഒരു കാരണവശാലും ഒരു ബുദ്ധിമുട്ടുണ്ടായത് വൈൽ ഹൈഡിങ് ദെയർ. ചേട്ടൻ്റെ തന്നെ പ്രശ്നങ്ങൾ പുള്ളി എന്നിൽ നിന്ന് ഹൈഡ് ചെയ്യും, കൺസീൽ ചെയ്യും ആൻഡ് മേക്ക് ഇറ്റ് എ പോയിന്റ് എന്നെ ആശ്വസിപ്പിക്കും എന്നുള്ളത്. ഈ ഒരു ക്വാളിറ്റി ഞാൻ കുറേ മൂത്ത മക്കളിൽ കണ്ടിട്ടുണ്ട്. ദേ ആർ റിയലി കൺസേൺഡ് അബൌട്ട് ദെയർ യങ്ങർ സിബ്ലിംഗ്. പക്ഷെ അവരുടെ വിഷമങ്ങൾ അവർക്ക് വേണ്ടി തന്നെ ഒളിപ്പിച്ച് വെക്കുകയും ചെയ്യും. സോ ദാറ്റ്സ് ലൈക്ക് എ ബ്യൂട്ടിഫുൾ ഫീലിംഗ് ഐ ഹാഡ് ടുവേർഡ്സ് ഓൾ ദീസ് എൽഡർ ചിൽഡ്രൻ. ദേ റിയലി പ്രൊട്ടക്റ്റഡ് ദെയർ യങ്ങർ സിബ്ലിംഗ്സ് ഫോർ എവർ. ശരി, പലപ്പോഴും ആ ഒരു മൂത്ത ചൈൽഡ് ആണ് ഒരു എക്സ്പെരിമെന്റൽ ചൈൽഡ് അല്ലേ? കാരണം obviously first time parents ആവുകയാണ്. And when you have such a strong brother to support you, that's really something. അജയ്, ഇപ്പോൾ നമ്മൾ സെയിന്റ് സ്റ്റീഫൻസിനെ കുറിച്ച് പറഞ്ഞു, റൈറ്റ്? ഇന്ത്യയിലെ definitely one of the best colleges, right? അപ്പോൾ അവിടുത്തെ എക്സ്പോഷർ, റൈറ്റ്, ഹൗ ഡിഡ് ഇറ്റ് ഷേപ്പ് യു? ഒന്ന് എനിക്കൊന്ന് സാർ, ഈ എനർജി ടു ഡു ആസ് മച്ച് ആസ് തിങ് ദാറ്റ് യു വോണ്ട് ടു ഡു, ഐ തിങ്ക് ഇറ്റ്സ് കമ്മിങ് ഫ്രം ദ കോളേജ്. കാരണം കോളേജിൽ നമുക്കൊരു 1:30 വരെ ക്ലാസ് ഉള്ളൂ, 8:30 to 1:30 ആണ് ക്ലാസ്. അത് കഴിഞ്ഞ് പോസ്റ്റ് ലഞ്ച് ഇറ്റ്സ് ഓൾ ഫോർ സൊസൈറ്റി ആക്ടിവിറ്റി. സോ നമുക്കൊരു 40-ലധികം സൊസൈറ്റീസ് ഉണ്ട്, ബിഗിനിങ് ഫ്രം ഡിബേറ്റിംഗ് ക്ലബ് ടു എല്ലാം ഗാന്ധി അംബേദ്കർ സ്റ്റഡി സർക്കിൾ വരെയുള്ള ഒരു ലോങ് ലിസ്റ്റ് ഓഫ് സൊസൈറ്റീസ് ഉണ്ട്. മൾട്ടി കൾച്ചറൽ വിങ്സ് ഉണ്ട്, മലയാളം ലിറ്റററി സൊസൈറ്റി ഉണ്ട്, ബംഗാളി ലിറ്റററി സൊസൈറ്റി ഉണ്ട്, പഞ്ചാബി ലിറ്റററി സൊസൈറ്റി ഉണ്ട്. സോ ഇങ്ങനെ ലൈക്ക് എനിത്തിങ് ദാറ്റ് യു വോണ്ട് ടു ഡു, ആ ഒരു എല്ലാം ചെയ്യാനുള്ള എനർജി പ്ലസ് ഒരു ഓർഗനൈസേഷൻ സ്കിൽ. കാരണം ഈ സൊസൈറ്റി എല്ലാം ഫാക്കൽറ്റി എല്ലാം മാനേജ് ചെയ്യുന്നത്, അവർ ജസ്റ്റ് സൈൻ ചെയ്യുള്ളൂ. ഫ്രം ദ ബിഗിനിങ് ഓഫ് പ്ലാനിങ് ടു ഇംപ്ലിമെൻറ്റേഷൻ എല്ലാം സ്റ്റുഡൻസ് ആണ് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ളൊരു എക്സ്ട്രാ കരിക്കുലർ എക്സ്പോഷർ പ്ലസ് അക്കാഡമിക് എക്സ്പോഷറും. കാരണം ഇഷ്ടംപോലെ അലുമിനി ഉണ്ട്, ദേ കം ആൻഡ് ഡെലിവേർഡ് ലെക്ചേഴ്സ് ഇൻ ദി ആഫ്റ്റർനൂൺ. സോ അങ്ങനെയുള്ള കുറേ നല്ല ലെക്ചേഴ്സിൽ ഇരുന്നിട്ട് കുറേ എക്സ്പോഷർ കിട്ടുന്നു. അതേപോലെ സ്റ്റീഫൻസിന് കുറേ ടൈപ്സ് ഉണ്ട് ഫോറിനിൽ പോകാനാണെങ്കിൽ. ഇപ്പം ഞാനും ഇനിഷ്യലി അങ്ങനെ പുറത്തു പോകാൻ നിന്ന ഒരാളാണ്, റോഡ് സ്കോളർഷിപ്പിൻ്റെ ഫൈനൽ റൗണ്ട് വരെ എത്തിയ ഒരാളാണ്. സോ അങ്ങനെയുള്ള കുറേ ഫോറിൻ എക്സ്പോഷർ, ദുബായിൽ ഞാൻ പോയിട്ടുണ്ട് ഹാർവർഡ് ബിസിനസ് സ്കൂളിൻ്റെ ഒരു കോൺഫറൻസിന് വേണ്ടി. ഇതെല്ലാം പോസിബിൾ ആയത് സ്റ്റീഫൻസിൽ നിന്നാണ്, പ്ലസ് ദി നെറ്റ്വർക്ക് ദാറ്റ് ഇറ്റ് പ്രൊവൈഡ്സ്. ഈ വർഷമാണെങ്കിലും 6th റാങ്ക് ഹോൾഡർ എൻ്റെ ജൂനിയർ ആണ്, 25th എൻ്റെ ബാച്ച്മേറ്റ് ആണ്. അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ ഈ വർഷം കയറിയിട്ടുണ്ട്. ആൻഡ് ദി അലുമിനി ഹാഡ് എ ഹ്യൂജ് കണക്ഷൻ ഇൻ സിവിൽ സർവീസ് ഇറ്റ് സെൽഫ്. ഞങ്ങൾക്ക് ഒരു സ്വന്തമായിട്ടൊരു ഗ്രൂപ്പൊക്കെ ഉണ്ട്. സോ അതിൽ തന്നെ ഇഷ്ടംപോലെ സിവിൽ സർവൻസും ഉണ്ട്. സോ ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് ലൈക്ക് നമുക്ക് ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ആൻഡ് നെറ്റ്വർക്ക് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ അജയ് പറഞ്ഞല്ലോ പുറത്ത് പോകാനായിരുന്നു പ്ലാൻ, റിസർച്ച് ചെയ്യാൻ അല്ലേ? അതെ. പക്ഷെ പിന്നെ എന്താണ് സിവിൽ സർവീസ് എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്? ഞാൻ ഈ റിസർച്ച് അക്കാഡമിക് കാര്യങ്ങളിൽ പോയപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ഗ്രൗണ്ടിൽ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞാൻ ഇൻകംപ്ലീറ്റ് ആവുമെന്ന് തോന്നി. എനിക്ക് അത് വരുന്നത് എൻ്റെ ഒരു സോഷ്യൽ സെൽഫ് എന്നും കൂടി. ഞാൻ കുറച്ചുകൂടി ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്ത് കണക്ട് ചെയ്ത് സംസാരിച്ച് ഇങ്ങനെ വെറുതെ ഐസൊലേറ്റഡ് ആയി നടക്കുന്ന ഒരാളല്ല. ഈവൻ ഐ ഹാവ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ്. അപ്പം അവരുടെ കമ്പനി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പം എനിക്ക് തോന്നി ഇപ്പം റിസർച്ച് കുറച്ചുകൂടി നമ്മൾ സോഷ്യൽ സയൻസ് റിസർച്ച് ആണെങ്കിൽ പോലും കുറച്ചുകൂടി ഒരു ബുക്കിഷ് ആകുന്ന പോലെ എനിക്ക് തോന്നിയപ്പം മീനിങ്ഫുൾ ആയിട്ട് കുറച്ചുകൂടി ഗ്രൗണ്ടഡ് ആയി ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ് ആവുള്ളൂ. ഞാൻ റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ ഡെഫിനറ്റ്ലി ദേ ഡു എ വണ്ടർഫുൾ റിസർച്ച്. ബട്ട് വാട്ട് ഐ ഫെൽറ്റ് വാസ് എൻ്റെ നേച്ചർ അനുസരിച്ച് ഗ്രൗണ്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതിനുള്ള ഏറ്റവും നല്ലൊരു അവന്യൂ ആണിത്. അതേപോലെ തന്നെ ആ അവന്യൂവിൽ ഒരു സെൻസ് ഓഫ് പ്രസ്റ്റീജ് ഇറ്റ് ബ്രിങ്സ് ഡെഫിനറ്റ്ലി. ആൻഡ് ഒരു മെറിറ്റ് ബേസ്ഡ് സിസ്റ്റം ആണ്. സോ ഇതെല്ലാം കോമ്പിനേഷൻസ് വർക്ക് ചെയ്തപ്പോഴാണ് ഐ തോട്ട് ഓക്കെ വൈ നോട്ട് ഗിവ് ഇറ്റ് എ ട്രൈ. പ്ലസ് എൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡും ഉണ്ടായിരുന്നു. ഒരു ലൈക്ക് 12th ആകുമ്പോൾ ഐ വാസ് ഓൾ ഇന്ത്യ 4th in the ഹ്യൂമാനിറ്റീസ് ഇൻ ക്ലാസ് 12th. അപ്പം അങ്ങനെയുള്ള ട്രാക്ക് റെക്കോർഡിലുണ്ട്. ഐ തോട്ട് ഓക്കെ പുട്ട് ഇൻ യുവർ എഫേർട്ട്, ലെറ്റ് സീ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ആ ഒരു മോഡിലാണ് ഞാൻ പ്രിപ്പറേഷനിലേക്ക് തിരിയുന്നത്. ഓക്കെ. അപ്പോൾ ഇപ്പം ഹ്യൂമാനിറ്റീസിൽ ഓൾ ഇന്ത്യ ലെവൽ 4th റാങ്ക് ആയിരുന്നു എന്ന് പറഞ്ഞിരുന്നു, റൈറ്റ്? അപ്പോൾ പക്ഷേ ഹ്യൂമാനിറ്റീസ് ഒക്കെ ഒരു ഫസ്റ്റ് ചോയ്സ് ആയിട്ട് പലപ്പോഴും കേരളത്തിലെ ആൾക്കാർ കരുതാറില്ല, റൈറ്റ്? നല്ലപോലെ പഠിക്കുമെങ്കിൽ സയൻസ്, റൈറ്റ്? അപ്പോൾ ഹ്യൂമാനിറ്റീസ് എന്നൊരു ചോയ്സ് എടുക്കണം എന്നുള്ളത് ആ ഒരു തീരുമാനത്തിലേക്ക് എങ്ങനെ എത്തിയത്? സോ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇപ്പം എൻ്റെ നാട്ടിലെ എൻ്റെ എക്സ്പീരിയൻസ് കുറേ കൂടി ആൾക്കാർ സൊസൈറ്റി ഇൻവോൾവ് ആണ്. പിന്നെ ബ്രദർ ആണെങ്കിലും പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഫാക്കൽറ്റിയാണ് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ. സോ ഹി ഓൾസോ സ്റ്റഡി. ഇപ്പം ഞങ്ങൾ തമ്മിൽ 9 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പം എൻ്റെ കുട്ടിക്കാലത്ത് കാണുന്നത് ഹി സ്റ്റഡിങ് പൊളിറ്റിക്കൽ സയൻസ് അല്ലെങ്കിൽ ഡൂയിങ് സോഷ്യൽ സയൻസ്. അപ്പം
അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ എൻ്റെ നാട്ടിലൊരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടാണ് ഞാനൊരു സോഷ്യൽ സയൻസ് ഓറിയന്റഡ് ആയത്. പക്ഷേ ഇപ്പം നമ്മൾ കുറച്ചുകൂടി ഇന്റർ ഡിസിപ്ലിനറി ആണ്. ഇപ്പം യു ഡോണ്ട് നീഡ് ടു സ്റ്റിക്ക് വിത്ത് ഓൺലി ഓൺ സോഷ്യൽ സയൻസ്. ഇപ്പോൾ ഒരു കോമ്പിനേഷൻ ആയിട്ട് തന്നെ പഠിക്കാനുള്ള ഓപ്ഷൻസ് കുട്ടികൾക്ക് ഉണ്ട്. എന്റെ നേച്ചർ എനിക്കൊന്ന് അങ്ങനെയാണെന്ന് തോന്നുന്നു ഷേപ്പ് ആയിട്ടുള്ളത്. നാട്ടിലെ എക്സ്പീരിയൻസസ് എന്ന് പറയുമ്പോൾ നാട് കോഴിക്കോടാണ്, അതൊന്ന് ഇലാബറേറ്റ് ചെയ്യാമോ? നേരത്തെ ഒരു വാക്ക് ഉപയോഗിച്ചു, സോഷ്യൽ സെൽഫ് അല്ലേ? അതെങ്ങനെ ഷേപ്പ് ചെയ്യും? ഈ മെയിൻസ് ഇന്റർവ്യൂ കഴിയുമ്പോൾ കുറെ കീവേഡ് അപ്രോച്ചിന് പോകാൻ തോന്നുന്നു. താങ്ക് യു സാർ. സർ, ഇപ്പൊ എന്റെ നാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആൾക്കാർ നന്നായിട്ട് ഇൻവോൾവ് ആകുന്ന ഒരു നാടാണ്. ഇപ്പം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി പോലെയുള്ള കോപ്പറേറ്റീവ് മൂവ്മെന്റ്സ്. ഇപ്പം ഞങ്ങളുടെ അവിടെ ജനകീയ ജീപ്പ് സർവീസ് ഉണ്ട്. അത് ആൾക്കാർ തന്നെ പൈസ ഇട്ടിട്ട് ഈ കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് അവർ തന്നെ ജീപ്പ് വാങ്ങി. ഇപ്പോൾ 2 ജീപ്പുകൾ തന്നെ അവിടെ ഉണ്ട്. സോ ഇങ്ങനെയുള്ള കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. അതായത് ജനങ്ങൾ പലരുടെയും കാര്യം, ഇപ്പോൾ ഒരു കല്യാണം നടക്കുകയാണെങ്കിൽ അവിടെ ഭക്ഷണം വിളമ്പുന്ന തൊട്ട് അതിന്റെ ഇംപ്ലിമെന്റ് വീട്ടുകാർ ജസ്റ്റ് മറ്റേ വരിക ഇരിക്കുക മാത്രമേ പറയേണ്ടുള്ളൂ, ബാക്കി എല്ലാം നാട്ടുകാർ ചെയ്തോളൂ. സോ അതാണെന്ന് തോന്നുന്നു എന്നിലൊരു സോഷ്യൽ സെൽഫ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു റീസൺ. പിന്നെ അവിടുത്തെ ലൈബ്രറി മൂവ്മെന്റ് ആണെങ്കിൽ ഇപ്പം ജനങ്ങൾ കോപ്പറേറ്റീവായിട്ട് തുടങ്ങുന്ന ക്ലബ്ബ് പോലെ തുടങ്ങുന്ന ലൈബ്രറികളുണ്ട്. അപ്പം അവിടെ ആൾക്കാർ വരും, സംസാരിക്കും. കുറെ ഇപ്പം പീപ്പിൾസ് പ്ലാനിലൊക്കെ ചേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ട്, പണ്ടിങ്ങനെ ലൈബ്രറിയിൽ വെച്ചിട്ടായിരുന്നു ഈ പീപ്പിൾസ് പ്ലാനിനെ പറ്റിയിട്ട് ജനങ്ങൾക്ക് അവയർനെസ് ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. എൻ്റെ കാലത്ത് അത്രയില്ല എങ്കിൽ പോലും ലൈബ്രറിയിൽ പോയി അവിടെ നിന്നുള്ള ഡിസ്കഷൻസ് ഒക്കെ കേൾക്കുമ്പോൾ നമ്മളുടെ ഓട്ടോമാറ്റിക്കലി ലൈക്ക് വി ആർ നോട്ട് ജസ്റ്റ് ഇൻഡിവിജ്വൽസ്, ദർ ഇസ് സംതിങ് ഈവൻ മോർ ദാറ്റ് കണക്ട്സ് us together എന്നുള്ള സാധനം എനിക്ക് തോന്നിയിട്ടുണ്ട്. അജയ്, നമ്മൾ ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു, കോർ ടോപ്പിക് ഇതുവരെ തുടങ്ങിയില്ല, റൈറ്റ്? സോ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ, റൈറ്റ്, അതിന് വേണ്ട സ്കിൽ സെറ്റ് അതെന്താണെന്ന് ചോദിച്ചാൽ അജയ് റിഫ്ലക്ട് ചെയ്തിട്ട് എന്തായിരിക്കും? ഒബ്വിയസ്ലി യു വുഡ് ഹാവ് റിഫ്ലെക്റ്റഡ് ഓൺ ഇറ്റ്. ഷുവർ സാർ. എനിക്ക് തോന്നുന്നു കുറെ നമ്മളൊരു 2-3 വർഷത്തിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമല്ലോ, എസ്പെഷ്യലി അറ്റ് ദിസ് പോയിന്റ് വെർ വി ഗോട്ട് എ റാങ്ക്. എനിക്ക് തോന്നുന്നു സാർ, ആ 3 സ്റ്റേജുകൾ തന്നെയാണ് അതിനുള്ള ഉത്തരം. ഞാൻ മനസ്സിലാക്കുന്ന UPSC ഒരു സ്കിൽ ബിൽഡിംഗ് എക്സസൈസ് ആണ്. ബിഗിനിങ് ഫ്രം പ്രിലിംസ്, അവിടെ മൾട്ടിപ്പിൾ ചോയ്സ് സ്കിൽ സെറ്റ് പഠിക്കുന്നു. മെയിൻസിൽ വരുമ്പോൾ ആൻസർ റൈറ്റിങ്ങിൻ്റെ സ്കില്ല് പഠിക്കുന്നു. ഇൻ്റർവ്യൂയിലേക്ക് വരുമ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റീനെ എക്സ്പ്രസ് ചെയ്യാൻ പഠിക്കുന്നു. ആൻഡ് ഈ 3 സ്റ്റേജുകളും നമ്മൾ ഏത് എക്സാംസ് എടുത്തോട്ടെ, ഏത് ജോബ് ലെവൽ അതർ ടൈപ്പ് ഓഫ് എക്സാംസ് എടുത്താലും ഈ 3 ലെവൽ അതിൽ ഇൻവോൾവ് ആണ്. ഇപ്പോൾ ക്ലാസിക് എക്സാമ്പിളായിട്ട് ഞാൻ കൊടുക്കുന്നത്, ഇപ്പം MBAക്ക് പോകുന്ന ഒരാൾ ആദ്യം CAT MCQ ടാക്കിൾ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അവർ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഒരു റിട്ടേൺ ടെസ്റ്റും ഉണ്ട്, പ്ലസ് ഇൻ്റർവ്യൂ ഉണ്ട്. ഇത് തന്നെയാണ് UPSCയുടെയും പാറ്റേൺ. സോ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പം ആൾക്കാർക്ക് പറയാൻ ഇപ്പോൾ ഒരു കീഴാണോ പെർസെൻറ്റേജ് ആണ് ഓഫ്കോഴ്സ് ലക്ക് മാറ്റർ ഇവിടെ ഇതിൽ സർവീസിൽ കയറുന്നത് എന്നുള്ളത്. പക്ഷെ അറ്റ് ദ സെയിം ടൈം തന്നെ ഇതിൽ കിട്ടാതെ പോകുന്ന ആൾക്കാർക്ക് ഒരുപാട് സ്കിൽ സെറ്റ് ഇത് കൊടുക്കുന്നുണ്ട്. അതുവഴി ആൾക്കാർ പുതിയ അവന്യൂസ് പോയിട്ടുള്ള ഞാൻ ഇഷ്ടംപോലെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഇപ്പം ഇത്രയും ഇന്റർ ഡിസിപ്ലിനറി സബ്ജക്റ്റ് പഠിക്കുന്നു. അപ്പം ഞാൻ കണ്ടിട്ടുണ്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒക്കെ ടിസിൽ പോയി പഠിച്ച്, അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ ടിസിൽ പോയി പഠിച്ചിട്ട് അതിലൊരു കരിയർ ഉണ്ടാക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ എൻ്റെ ബ്രദറും പറഞ്ഞത്, എടാ പോയി പഠിക്കുക, ഇഫ് നോട്ട് യു ആർ മേക്കിംഗ് ഇറ്റ് ഐ തിങ്ക് യു ലേൺ ലോട്ട് ഓഫ് സബ്ജക്ട്സ്. അപ്പോൾ ഇത്രയും സബ്ജക്ട്സ് പഠിക്കുന്ന വേറെ എക്സാമിനേഷനും ഇല്ല. അപ്പോൾ എനിക്കൊരു മെറ്റഫർ ഉണ്ട്, അതായത് ഞാൻ കുട്ടികളോടും പറയുന്നത്, ഐ വാസ് ഓൾസോ ഫാക്കൽറ്റി. അപ്പോൾ ഞാൻ കുട്ടികളോട് പറയുന്നൊരു എക്സാമ്പിൾ തന്നെ, നിങ്ങൾ എവറസ്റ്റ് സബ്മിറ്റ് ചെയ്യാൻ പോകുന്നു, കയറാൻ പോകുന്നു. ഇപ്പൊ എവറസ്റ്റിൽ എത്തിയില്ലെങ്കിലും എവറസ്റ്റിന്റെ പകുതി നിമിഷങ്ങൾ തിരിച്ചു വന്നാൽ പോലും നാട്ടിലെ ചെറിയ ചെറിയ കുന്നുകളൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് കയറി പോകാൻ പറ്റും. സോ ഇറ്റ്സ് ലൈക്ക് നമ്മൾ റേസിംഗ് ദ ബാർ എന്നൊക്കെ പറഞ്ഞത്, ഇപ്പം 3 മീറ്റർ നിങ്ങൾക്ക് ചാടാൻ പറ്റില്ല, ഓക്കെ 3 മീറ്റർ ഇസ് ലൈക്ക് ടു മച്ച്, പക്ഷെ എന്നാൽ പിന്നെ 1.5 മീറ്റർ സുഖമായിട്ടെങ്കിലും നിങ്ങൾ ചാടും എന്നുള്ള രീതിയിലാണ്. സോ ആ ഒരു മെസ്സേജാണ് ഞാൻ എപ്പോഴും എൻ്റെ കുട്ടികൾക്ക്, ലൈക്ക് ടു ടേക്ക് ബിഗർ ചലഞ്ചസ് ഇൻ യുവർ ലൈഫ് ആൻഡ് ഗോയിങ് ബിയോണ്ട് ദ എക്സ്ട്രാ. ഒരു നോർമൽ നിങ്ങൾക്ക് 9 to 4 ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് പോവാം, അല്ലെങ്കിൽ 9 to 4 കഴിഞ്ഞിട്ട് അതിൽ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആകുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിട്ടും പോവാം. സോ ഇറ്റ്സ് യുവർ ചോയ്സ് എന്നുള്ളത് ഞാൻ എപ്പോഴും അവർക്ക് എക്സാമ്പിളായി കൊടുക്കുന്ന ഈ ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇപ്പോൾ പറഞ്ഞല്ലോ ഇതൊരു കീടാണു പെർസെൻറ്റേജ് ആണ് നമുക്ക് സക്സീഡ് ചെയ്യാനുള്ളത്. സോ ഒബ്വിയസ്ലി ഇറ്റ് ഇസ് എ റിസ്ക് അല്ലേ? അപ്പോൾ ആ റിസ്ക് എടുക്കുമ്പോൾ അജയ്ക്ക് എന്തെങ്കിലും പേടിയോ സെൽഫ് ഡൗട്ടോ, ഇത് കിട്ടിയില്ലെങ്കിൽ എന്ത് പറ്റും, അങ്ങനെ ഒരു തോട്ടിലായിരുന്നോ? ആ തോട്ട് ഉണ്ടായിരുന്നു. ഈവൻ ഇപ്പം ഞാൻ അത് ബ്രദറുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ബ്രദർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ അങ്ങനെയാണെങ്കിൽ നീ മാസ്റ്റേഴ്സ് എടുക്കും, മാസ്റ്റേഴ്സിന് കൂടെ ചെയ്യും, പ്ലസ് എന്നിട്ട് ഒരു ലൈക്ക് നല്ല അറ്റംപ്റ്റ് എടുക്കും. ഇപ്പോൾ 2024 മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് നല്ലൊരു അറ്റംപ്റ്റ് കൊടുത്തു. സീസൈറ്റിൽ 2021 ആ വർഷം നല്ല പാടായിരുന്നു. ജസ്റ്റ് ഒരു ചെറിയ 2 മാർക്ക് മാർജിനിൽ മിസ് ഔട്ട് ആകുമ്പോൾ ഇനി ഓക്കെ ചെറിയൊരു റിസ്ക് ഇൻവോൾവ് ആണ്, നമ്മൾ പഠിച്ചാൽ എവിടെയൊക്കെ എന്തൊക്കെയോ തിങ്സ് ആർ നോട്ട് വർക്കിംഗ് എന്ന് തോന്നി. അപ്പോഴാണ് എനിക്ക് ക്രൈസ്റ്റ് കോളേജിൽ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അപ്പോൾ ഞാൻ ചെറിയ കൺഫ്യൂസ്ഡ് ആയിരുന്നു. പക്ഷെ ബ്രദർ പറഞ്ഞു, ഇല്ല അവിടെ ആയാലും നിനക്ക് പഠിക്കാം, ഇഫ് യു ഹാവ് ദ വിൽ യു വിൽ ഡെഫിനറ്റ്ലി ഫൈൻ ടൈം ഫോർ ഇറ്റ് എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ എൻ്റെ രീതിയിൽ, ഇത് എൻ്റെ ഒരു മാത്രം ഒപ്പീനിയനാണ്, ഞാൻ എൻ്റെ രീതിയിൽ എൻ്റെ പ്ലാൻ ബി ഓപ്പൺ ആക്കിയിട്ട് പ്ലാൻ ബിയെ പ്ലാൻ എയിലേക്ക് ചാനലൈസ് ചെയ്യുന്നൊരു ബ്രിഡ്ജ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതായിരുന്നു സാർ എൻ്റെ ഒരു കോപ്പിംഗ് മെക്കാനിസം ടു അഡ്രസ് അൺസർട്ടനിറ്റി.
പ്ലാൻ ബിയിൽ നിന്ന് പ്ലാൻ എയിലേക്കുള്ള ബ്രിഡ്ജ് അതൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം, എനിക്ക് മനസ്സിലായില്ല. അതായത് ആസ് എൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ തന്നെ UPSC പാരലലി കൊണ്ടുപോയിരുന്നു, അങ്ങനെയായിരുന്നു? അതും ഉണ്ട്. പ്ലസ് എൻ്റെ കുട്ടികളിലൂടെ ഞാൻ എൻ്റെ UPSC സ്വപ്നങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പം പ്ലാൻ ബി എന്ന് പറയുമ്പോൾ സാർ ഇപ്പം അൾട്ടിമേറ്റ്ലി വി ആർ സർവിങ് ദ സൊസൈറ്റി അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ. അപ്പോൾ ടീച്ചിങ്ങിൽ ഐ വാസ് ഗെറ്റിംഗ് ദ സെയിം ഫീൽ. ഒരു 18 to 21 എന്ന് പറയുന്ന ഒരു സൊസൈറ്റീനെ ഞാൻ സെർവ് ചെയ്യുന്ന പോലെ തന്നെ വെൻ ഐ ആം മോൾഡിങ് ദെയർ സ്കിൽ സെറ്റ്, വെൻ ഐ ആം ഹെൽപ്പിംഗ് ദം ടു ഗോ ഫോർ ഡിഫറെൻറ്റ് കോമ്പറ്റീഷൻസ്, ഹെൽപ്പിംഗ് ദം ടു ബിൽഡ് ദെയർ CV ഇവഞ്ച്വലി, എനിക്ക് തോന്നി ഓക്കെ ഐ ആം നൗ സെർവിങ് ദ സൊസൈറ്റി ആസ് വെൽ. ഇവിടുന്ന് എനിക്ക് ഇത്രയും ഹാപ്പിനെസ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സൊസൈറ്റീനെ വീണ്ടും ഒരു വലിയ ക്രൗഡിനെ സെർവ് ചെയ്യുമ്പോൾ ഐ ക്യാൻ ഹാവ് മോർ ഈ പറഞ്ഞ ഒരു സെൻസ് ഓഫ് ഹാപ്പിനെസ് ആൻഡ് മീനിങ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു നമ്മൾ ഇന്റേണലി ഡ്രൈവ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഞാൻ കോളേജിലെ ബ്രിഡ്ജായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. ആൻഡ് അജയ് ക്രൈസ്റ്റ് കോളേജിലായിരുന്നപ്പോൾ അവിടെ ഒരു സിവിൽ സർവീസ് ക്ലബ്ബ് ചാമ്പ്യൻ ചെയ്തിരുന്നു അല്ലേ? ആ ഒരു എക്സ്പീരിയൻസ് ആസ് ഇൻ ഹൗ ഇറ്റ് എൻറിച്ച്ഡ് യു ആൻഡ് ഹൗ ഇറ്റ് ഹെൽപ് ദ സ്റ്റുഡൻസ് ദെയർ, അതിനെ കുറിച്ചൊന്ന് പറയാമോ? ഷുവർ സർ. അപ്പം പ്രിൻസിപ്പള് ഹി നോസ് ദാറ്റ് ഐ എം കമ്മിങ് ഫ്രം എ UPSC ബാക്ക്ഗ്രൗണ്ട്. അപ്പം അച്ഛൻ പറഞ്ഞു, പ്രിൻസിപ്പൽ അച്ഛൻ പറഞ്ഞു, അജയ് സർ ഈ ഒരു സിവിൽ സർവീസ് ക്ലബ്ബ് ഒരു ഫാക്കൽറ്റിക്ക് ഇൻചാർജ് കൊടുക്കും, ഈ ഒരു ഫാക്കൽറ്റി ക്ലബ്ബ് ഏറ്റെടുക്കാൻ പറഞ്ഞു. സോ അങ്ങനെ ഐ ടുക്ക് ഇറ്റ് ആസ് ഒരു ഓപ്പർച്യൂണിറ്റി. കാരണം എനിക്കും കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന മറ്റൊരു അവന്യൂവും കൂടിയാണ് അതെന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞു. അത് ഞാനിങ്ങനെ ഡെയിലി ന്യൂസ് പേപ്പറൊക്കെ വായിക്കുമ്പോൾ ലൈക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എഡിറ്റോറിയൽ, അതായത് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് ന്യൂസ് പേപ്പേഴ്സിനെ വായിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കൊരു ഓറിയൻറ്റേഷൻ കൊടുക്കാൻ ഞാൻ എന്ത് ചെയ്യാറുണ്ട്. അങ്ങനെ ഡെയിലി അവർക്കൊരു ഞങ്ങൾ ക്ലബിലുള്ള മെമ്പേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ഡെയിലി ഒരു ന്യൂസ് പേപ്പർ ബ്രീഫിംഗ് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് വായിക്കുന്ന ഒരു സാധനം ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലസ് ചില എത്തിക്സ് സെഷൻസ് ഒക്കെ എടുക്കും. കാരണം സാറ് പറഞ്ഞ ഞാൻ കുറച്ച് റിഫ്ലക്ട് ചെയ്യുന്നതുകൊണ്ട് ഐ ലവ് എത്തിക്സ് പേപ്പേഴ്സ്. അപ്പം കുട്ടികൾക്ക് ആ എത്തിക്സ് പേപ്പറുമായിട്ടുള്ള ഒരു എക്സ്പോഷറൊക്കെ ഞങ്ങളിങ്ങനെ കോളേജ് കഴിഞ്ഞിട്ട് എക്സ്ട്രാ കരിക്കുലർ 3 o'clock അവിടെ ക്ലബ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്തൊക്കെ ഞങ്ങളിങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. നമുക്ക് സിവിൽ സർവീസ് എക്സാമിനേഷനെ ഒന്ന് സ്റ്റേജ് വൈസ് അപ്രോച്ച് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് പ്രിലിംസ്, റൈറ്റ്? അപ്പോൾ പ്രിലിംസിന് ക്രാക്ക് ചെയ്യാൻ വേണ്ട ഒരു സ്കിൽ സെറ്റ് നേരത്തെ MCQ സോൾവിംഗ് എന്ന് പറഞ്ഞു, പക്ഷെ അതൊന്നുകൂടി ഇലാബറേറ്റ് ചെയ്ത്, അതായത് എന്തായിരിക്കണം നമ്മുടെ പ്രിലിംസ് ക്രാക്ക് ചെയ്യാനുള്ള ഫിലോസഫി ആൻഡ് എന്താണ് നമ്മൾ ഡേ ടു ഡേ ബേസിസിൽ സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്യാൻ ചെയ്യുന്നത്, അതിനെ കുറിച്ചൊന്ന് പറയാം. സാർ ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പാറ്റേൺസ് മനസ്സിലാക്കുന്നതാണ്. ഇപ്പം പൊതുവേ ഒരു മിത്തുണ്ട്, സൂര്യനാളിലെല്ലാം നമ്മൾ അറിയണം എന്നുള്ളത്. പക്ഷെ ഒരു മിത്താണ്. കാരണം UPSCയുടെ PYQ അനലൈസ് ചെയ്താൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും എന്താണ് എവിടെയാണ് UPSC കൂടുതൽ എംഫസൈസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ എപ്പോഴും കൊടുക്കുന്ന ഒരു എക്സാമ്പിൾ ആർട്ട് ആൻഡ് കൾച്ചറിൽ ബുദ്ധിസം ജൈനിസം UPSCയുടെ ഒരു ഫേവറേറ്റ് ഏരിയ ആണ്. അത് ആ PYQ അനലൈസ് ചെയ്യുന്ന ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം കൂടിയാണ്. സോ അങ്ങനെ ഈ പ്രയോറിറ്റി ഏരിയാസ് UPSC ഹോട്ട്സ്പോട്ട്സ് എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഏരിയാസ് മനസ്സിലാക്കുക, അതിനനുസരിച്ച് പഠിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ എൻ്റെ ഒരു അപ്രോച്ച്. അതേപോലെ നമ്മൾ കുറേ സ്കിൽ സെറ്റിലേക്ക് വരുമ്പോൾ ലോജിക്കലായിട്ട് ഇപ്പം ചില സ്റ്റേറ്റ്മെൻറ്റ്സുകളിൽ ലോജിക്കലായിട്ടുള്ള ഇൻകൺസിസ്റ്റൻസി വരും, അല്ലാതെയുള്ള ചില ക്ലൂസ് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. സോ ഇങ്ങനെയുള്ള അതായത് ആ സിറ്റുവേഷൻ എന്നിട്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന എക്സാമ്പിൾസ് അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനുള്ള ക്ലൂസ് നമ്മൾ കണ്ടുപിടിക്കും. അത് കൂടാതെ ഞാൻ ചെയ്തിട്ടുള്ള വേറൊരു സാധനം, ഞാൻ 9 മണി തൊട്ട് എല്ലാ ദിവസവും ടെസ്റ്റ് എടുക്കും. ലാസ്റ്റ് 2 months ആകുമ്പോഴത്തേക്ക് എല്ലാ ദിവസവും ടെസ്റ്റ് എടുക്കും. പക്ഷെ ഇതൊരു ഡിഫറെൻറ്റ് പാറ്റേൺ ആണ്. ചിലർ ഫുൾ ടെസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് എടുക്കും. ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ എടുക്കും, എന്നിട്ട് ഞാൻ അതിൻ്റെ തെറ്റാണോ ശരിയാണോ, അപ്പോൾ തെറ്റാവായിരിക്കും ശരിയായിരിക്കാം, അതിൻ്റെ എക്സ്പ്ലനേഷൻ വായിക്കും. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റിക്കഴിഞ്ഞാൽ ഓക്കെ നമുക്കൊരു ക്യൂരിയോസിറ്റി ആണ് ഇതെന്താ തെറ്റിപ്പോയി എന്നുള്ളത്, അത് അറിയാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. ഇനി ശരിയായി കഴിഞ്ഞാൽ നമുക്ക് അപ്പോഴൊരു ക്യൂരിയോസിറ്റി ഇതെങ്ങനെ ശരിയായി എന്നുള്ളത്. അപ്പം ഞാനിപ്പോൾ ഫുൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് എക്സ്പ്ലനേഷൻ വായിക്കുമ്പോൾ എനിക്ക് നോളജ് ഭയങ്കര ഫ്ലഡാണെന്ന് തോന്നും. അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യും, അതിൻ്റെ എക്സ്പ്ലനേഷൻ വായിച്ചു നോക്കും. അങ്ങനെ പതുക്കെ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ ഞാൻ കണ്ടന്റ് ബിൽഡ് ചെയ്യും. ഇത് ഒരു 5 ദിവസം ഇങ്ങനെ ചെയ്തിട്ട് 6-7ാമത്തെ ദിവസം ഞാൻ ഫുൾ ടെസ്റ്റുകൾ എടുക്കും. എസ്പെഷ്യലി നോർമലി ഞാൻ വേറെ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ബ്രെയിൻ കണ്ടീഷനിങ് ആണ് ഈ ടെസ്റ്റ് എടുക്കുന്ന സമയത്ത്. അതായത് 9:30ക്കാണ് പ്രിലിംസ്, ഞാൻ 9 മണിക്ക് ടെസ്റ്റ് എടുക്കും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിൻ ബൗൺസ് ചെയ്ത് 9:30 ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് ഷാർപ്പൺ ആവും. അപ്പോൾ എല്ലാ ദിവസവും അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ പ്രിലിംസിൻ്റെ ദിവസം ഓട്ടോമാറ്റിക്കലി ബ്രെയിൻ ഷാർപ്പൺ ആയിക്കോളും 9:30ക്ക്. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബ്രെയിൻ കണ്ടീഷനിങ് ചെയ്തത്. അതേപോലെ ഫുൾ ടെസ്റ്റ് എടുക്കുന്നത് ഞാൻ സൺഡേസിലായിരിക്കും, കാരണം പ്രിലിംസ് നടക്കുന്നത് ഒരു സൺഡേ ആണ്. അപ്പം ഓട്ടോമാറ്റിക്കലി ആ ടൈമിൽ നമ്മുടെ ബ്രെയിൻ വളരെ ഷാർപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു അപ്രോച്ചും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാൻ സ്കിൽ സെറ്റ് എന്നുള്ളതുകൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം. ഓക്കെ, വെരി ഇൻട്രസ്റ്റിംഗ്. എസ്പെഷ്യലി ആ ക്വസ്റ്റ്യൻസ് ഫുള്ള് ചെയ്ത് കഴിഞ്ഞാണല്ലോ എല്ലാവരും വായിക്കുക. അതിനുപോലെ ഓരോ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ അനലൈസ് ചെയ്യുന്നത്, ഇൻട്രോസ്പെക്ട് ചെയ്യുന്നത് വാസ് എ ന്യൂ ഇൻഫർമേഷൻ, ന്യൂ അപ്രോച്ച് ടു മീ. അതാണെങ്കിൽ നമ്മൾ ഈ എനിക്കൊന്നും ഞാനൊരു പ്രാക്ടിക്കൽ റീസൺ ഉണ്ട്. ഇപ്പോൾ റൗണ്ട് ബേസ്ഡ് അപ്രോച്ച് ആണെങ്കിലും
ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം നമ്മളൊരു സെന്ററിൽ പോകുന്നു, അപ്പോൾ സെന്ററിൽ പോകുമ്പോൾ നമുക്കൊരു ബ്രെയിനിന് ആങ്സൈറ്റി ഉണ്ട്. അപ്പോൾ ആങ്സൈറ്റി മാറ്റാണ് നമ്മൾ റൗണ്ട് ബേസ്ഡ് അപ്രോച്ച് ചെയ്യുന്നത്. ആദ്യം നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസിലൂടെ മാത്രം കണ്ണോടിക്കുന്നത്. അപ്പോൾ ബ്രെയിൻ ഒന്ന് കംഫർട്ടബിൾ ആവും, ഓക്കെ നമുക്കറിയാം, കുഴപ്പമില്ല, മാനേജ് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മുടെ ബ്രെയിൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ആങ്സൈറ്റി മാറി ബൗൺസ് ചെയ്ത് വരുന്നപ്പോഴത്തേക്കും നമുക്ക് സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അവിടെ നമ്മൾ ഈ ലോജിക്കും ക്ലൂസും എല്ലാം കണ്ടുപിടിക്കുന്നു. സോ അങ്ങനെ ഒരു പ്രാക്ടിക്കൽ റീസൺ ഉണ്ടെന്ന് തോന്നുന്നു. അത് സയന്റിഫിക് ആണെന്ന് എനിക്കറിയില്ല സാർ. എന്നാലും ഇപ്പം അജയ് ഒരു ആങ്സൈറ്റി എന്നുള്ളൊരു വാക്ക് പറഞ്ഞു, വിച്ച് ഈസ് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് UPSC പ്രിപ്പറേഷൻ. അപ്പോ ഈ ആൻസൈറ്റി മാനേജ്മെന്റ് അല്ലെങ്കിൽ സ്ട്രെസ് മാനേജ്മെന്റ് അതെങ്ങനെയായിരുന്നു അജയ് ഡീൽ ചെയ്തിരുന്നത്? 2-3 കാര്യങ്ങളാണ് സാർ. ഒന്ന്, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് എൻ്റെ കൺസേൺസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. പിന്നെ ഐ ബിലീവ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗോഡ് നല്ലൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഈ ഡോട്ട്സ് ഒക്കെ ആൾ ഇടും, അവസാനം കണക്ട് ചെയ്യാൻ വേണ്ടി എനിക്ക് അറിയായിരുന്നു. ഇന്ന ബിലീഫ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പ്ലസ് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാവരും സോഷ്യൽ സെൽഫ്, എൻ്റെ റിയലി ഗുഡ് ഫ്രണ്ട്സ്. അപ്പോൾ എന്ത് സങ്കടങ്ങളും വിഷമങ്ങളും വരുമ്പോൾ ഞാൻ അവരെ വിളിച്ച് അല്ലെങ്കിൽ എൻ്റെ സങ്കടങ്ങളൊക്കെ പറയും. സോ അവർ കുറെ കേൾക്കും. ആൻഡ് ഐ ബിലീവ് ഫ്രണ്ട്സിനുള്ളൊരു, നമ്മൾ നന്നായിട്ട് അറിയുന്ന ഫ്രണ്ട്സിനുള്ള ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഷൂസിലിരുന്ന് ചിന്തിച്ച്, എന്നാൽ അവർ ആ പ്രശ്നം ഫേസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ അവർക്ക് ഒരു സൊല്യൂഷൻ നമുക്ക് ഓഫർ ചെയ്യാനും പറ്റും, നമ്മളായി ചിന്തിച്ചുകൊണ്ട്. സോ അതുകൊണ്ട് ഐ ഹാഡ് എ വെരി ഗുഡ് ഫ്രണ്ട്സ്. ഇപ്പം ഓൾറെഡി സർവീസിലുള്ള ആൾക്കാരുണ്ട്. അതെല്ലാവരും ഇപ്പം എൻ്റെ ഫ്രണ്ട് പോൾ, ആനന്ദ്, ഗോവിന്ദ് എന്നൊക്കെ പറഞ്ഞ എൻ്റെ ക്ലോസ് ബഡീസ് ഉണ്ട്. ഓക്കെ, നമുക്ക് മെയിൻസിലേക്ക് വരാം. സോ ദ സെയിം ക്വസ്റ്റ്യൻ, റിക്വയർഡ് സ്കിൽ സെറ്റ്, അത് അപ്രോച്ച് ചെയ്യുന്ന ഒരു ഫിലോസഫി, അതെങ്ങനെയായിരുന്നു? മെയിൻസിനും സർ ആദ്യം പാറ്റേൺ ആണ്. അതായത് എവിടെയാണ് പ്രയോറിറ്റി ഏരിയാസ് UPSC ചോദിക്കുന്നത്. ഇപ്പം അഗ്രികൾച്ചർ ഒരു മെയിൻ ഏരിയ ആണ്. വിമൺ എപ്പോഴും GS1 റിപ്പീറ്റ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം അങ്ങനെയുള്ള റിപ്പീറ്റഡ് ഏരിയാസ് എവിടെയാണ്, എത്ര കൂടുതൽ ക്വസ്റ്റ്യൻസ് ആ ഏരിയയിൽ നിന്ന് വന്നിട്ടുണ്ട്, അതിനെങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ സുഹൃത്ത്, ഇപ്പം നെവിൻ എന്ന് പറഞ്ഞ ഫ്രണ്ട്, അവൻ 825 ആയിരുന്നു മെയിൻസിലെ സ്കോർ. അപ്പോൾ അവൻ യൂസ് ചെയ്തൊരു അപ്രോച്ച് എന്ന് വെച്ചാൽ പോയിന്റ് മാക്സിമൈസേഷൻ ആണ്. അതായത് ഇഷ്ടംപോലെ കണ്ടന്റ് എൻറിച്ച് ആയിട്ട് അവൻ പോയിന്റുകൾ എഴുതും. അപ്പം ആൽബർട്ട് ഏട്ടനും ഞാനും അവനിരുന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ അവൻ പറയുന്നത് വെച്ചാൽ, ഞാനിപ്പോൾ കൂടുതൽ ഇപ്പോൾ 4 പോയിന്റ് ആൾക്കാർ എഴുതുന്ന എവിടെ ഞാനൊരു 7-8 പോയിന്റ് എഴുതി എൻ്റെ മാർക്ക് എന്തായാലും കുറയ്ക്കില്ല. ആൻഡ് ദേ ആർ ബൗണ്ട് ടു ഗിവ് മാർക്സ് ആസ് ലോങ് ആസ് ഇറ്റ് ഈസ് റെലവൻറ്റ്, ദേ ആർ ബൗണ്ട് ടു ഗിവ് മാർക്സ്. അപ്പോൾ ഇത്തവണ കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്ത് നന്നായിട്ട് മാക്സിമൈസ്, കാരണം GS എൻ്റെ മാർക്സ് കുറവ്. അതുകൊണ്ട് ഇത്തവണ തന്നെ നന്നായിട്ട് മാക്സിമൈസ് ചെയ്ത് കണ്ടന്റ് എൻറിച്ച് ചെയ്തിട്ട് എഴുതുക എന്നുള്ള ഒരു അപ്രോച്ചിലായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഫ്രെയിം വർക്കുകൾ, നമ്മൾ പല ഫ്രെയിം വർക്കുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇരുന്ന് കുറേ ഫ്രെയിം വർക്കുകൾ, എസ്പെഷ്യലി ഈ നെവിൻ കുറേ ഫ്രെയിം വർക്കുകൾ തന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ആലോചിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗ്ലോബലൈസേഷൻ്റെ ഇമ്പാക്ട് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഒരു ഡേ ടു ഡേ ഇവൻ്റ് ആലോചിച്ചാൽ മതി. രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ സ്മാർട്ട് ഫോണിൽ അലാം കേൾക്കുന്നു. സ്മാർട്ട് ഫോൺ ഈസ് എ ക്ലാസിക് എക്സാമ്പിൾ ഓഫ് ഫോറിൻ കമ്പനീസ് വരുന്നത്. FDIൻ്റെ ഇമ്പാക്ട് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അങ്ങനെ മനസ്സിലാക്കാം. ഇനി നമ്മൾ പത്രം വായിക്കാൻ പോകുമ്പോൾ മൾട്ടിപ്പിൾ ലാംഗ്വേജിലുള്ള പത്രം വരുന്നത്, അഗൈൻ ഇമ്പാക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ. ഫുഡ് കഴിക്കുന്നതിൽ ഡിഫറെൻറ്റ് ക്യൂസിൻസ്, ദാറ്റ് ഈസ് ഓൾസോ അനദർ എക്സാമ്പിൾ ഓഫ് ഇമ്പാക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ. ഇനി നമ്മൾ ഓഫീസ് സ്പേസിലേക്ക് പോകുമ്പോൾ അവിടെ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആൾക്കാർ, പല നേഷൻസിൽ നിന്നുള്ള ആൾക്കാർ, അഗൈൻ ഇമ്പാക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ. ഇങ്ങനെ നമ്മൾ ഓൾറെഡി പഠിച്ച കണ്ടന്റിനെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ന്യൂറൽ നോട്ട് ഉണ്ടാക്കുക എന്ന് പറയും. അത് ഞങ്ങൾ ഈ ഫ്രെയിം വർക്കിലൂടെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് നമ്മുടെ ഫൈനൽ സ്റ്റേജ്, ഇന്റർവ്യൂ സ്റ്റേജ്, നമ്മൾ കൂടുതൽ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇന്റർവ്യൂ സ്റ്റേജിലാണ്. അപ്പോൾ ആ ഇന്റർവ്യൂ സ്റ്റേജ്, നമുക്ക് ആ ആക്ച്വൽ UPSC ഇന്റർവ്യൂവിനെ കുറിച്ച് പറയാം. റൈറ്റ്, അജയോട് ചോദിച്ച ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്തായിരുന്നു? ആൻഡ് മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഒന്ന് റീകളക്ട് ചെയ്യാം. ഷുവർ സർ. ഒന്നെന്ന് പറഞ്ഞാൽ ആദ്യം BB സ്വൈൻ സാർ ആയിരുന്നു എൻ്റെ ചെയർപേഴ്സൺ. കഴിഞ്ഞ മണിയും പുള്ളിയായിരുന്നു എൻ്റെ ചെയർപേഴ്സൺ. അപ്പം സാർ ഇസ് ലൈക്ക് വെരി കോഡിയൽ ആയിട്ടുള്ള മനുഷ്യൻ. അപ്പോൾ സാറാണ് ബോർഡ് മെമ്പർ എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം സാർ എന്നെ തിരിച്ചറിഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ സാർ എന്നോട് ചോദിച്ചു, ഹൗ ആർ യു അജയ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സർ ഐ എം സോ ഹാപ്പി ടു കം ബാക്ക് ടു ധോൽപൂർ ഹൗസ് വൺസ് അഗൈൻ ആൻഡ് സീ യു അഗൈൻ എന്ന് പറഞ്ഞു. അപ്പോൾ സാർ ഇങ്ങനെ ഇച്ചൊക്കെ വീണ്ടും വരികയാണെന്നുള്ളതാണ് ഉദ്ദേശിച്ചത് എന്നുള്ള രീതിയിൽ. അപ്പോൾ എല്ലാവരും ചിരിച്ചു. ആ ഒരു ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഐ എം കമ്മിങ് ബാക്ക് ടു ധോൽപൂർ ഹൗസ് എന്നുള്ള രീതിയിൽ. അതുകൊണ്ടാണ് തോന്നുന്നു ഇനി വരണ്ട പറഞ്ഞിട്ടാണ് തോന്നുന്നു ഇത്തവണ കയറ്റി വിട്ടത്. സോ അതൊരു നല്ല മെമ്മറബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്തവണ ഇന്റർവ്യൂ കൂടുതലും ഫോക്കസ് ചെയ്തത് എൻ്റെ ഡാഫ് തന്നെയായിരുന്നു, പക്ഷെ കുറച്ചുകൂടെ അനലിറ്റിക്കൽ ആയിരുന്നു. ഇപ്പോൾ സോയിൻ സാർ ആണെങ്കിൽ ലിറ്ററേച്ചർ തന്നെയാണ് ചോദിച്ചത്, ട്രാൻസ്ലേഷൻ്റെ സ്കോപ്പും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചത്. എസ്പെഷ്യലി ഇപ്പം ഗീതാഞ്ജലി ശ്രീ മാമിൻ്റെ ടൂംബ് ഓഫ് സാൻഡ്, അതേപോലെ ബാനു മുഷ്താഖിൻ്റെ ഹാർഡ് ലാമ്പ്. സോ ഇങ്ങനെയുള്ള കുറേ ട്രാൻസ്ലേഷൻ വർക്ക്സ് ഗ്ലോബൽ അറ്റൻഷൻ നേടുന്ന ഒരു സമയത്തും കൂടി ആയതുകൊണ്ട് ഡിസ്കഷൻ അങ്ങനെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്.
പിന്നുള്ളൊരു സാർ മിലിറ്ററി ബാക്ക്ഗ്രൗണ്ട് നിന്നായിരുന്നു. സോ അദ്ദേഹം ഹാർവർഡ് ബിസിനസ് സ്കൂളിൻ്റെ ലീഡർഷിപ്പ് പ്രോഗ്രാമായി ബന്ധപ്പെട്ട് മിലിറ്ററി ലീഡർഷിപ്പ്, കോർപ്പറേറ്റ് ലീഡർഷിപ്പിനെ പറ്റി, പിന്നെ അതിൽ തന്നെ നടക്കുന്ന ഡൈനാമിക്സുകളെ പറ്റിയൊക്കെ ആയിരുന്നു അദ്ദേഹം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ലാസ്റ്റ് 2 ഫാക്കൽറ്റി റെയിൽവേ, ഞാൻ റെയിൽവേ സർവീസിലായിരുന്നുകൊണ്ട് റെയിൽവേൻ്റെ പ്രൈവറ്റൈസേഷൻ, മോഡേണൈസേഷൻ കാര്യങ്ങളെ പറ്റിയായിരുന്നു ലാർജ്ലി ഇന്റർവ്യൂ റിവോൾവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ ഈ സെക്കൻഡ് ടൈം ആണല്ലോ ഇന്റർവ്യൂവിന് പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ടൈമിനേക്കാളും ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജി എന്തായിരുന്നു? എന്താണ് കുറച്ചുകൂടെ നമ്മൾ ഡൈമെൻഷൻസോ അല്ലെ എന്താണ് എക്സ്ട്രാ കൊണ്ടുവരാൻ? എനിക്കൊന്ന് അവിടെയും ഗോഡ് ഹാസ് ക്രിയേറ്റഡ് എ ഡോട്ട് ഓവർ ദെയർ. ഐ തിങ്ക് മെയിൻസ് കഴിഞ്ഞിട്ട് സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ലൈക്ക് ഫൗണ്ടേഷൻ ബാച്ച്, സ്പെഷ്യൽ ഫൗണ്ടേഷൻ ബാച്ചിലായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ തവണ വീണ്ടും എഴുതുന്നതുകൊണ്ട് ഞാൻ ആദ്യം ഫൗണ്ടേഷൻ സ്കിപ്പ് ചെയ്തിട്ട് പിന്നെ മെയിൻസ് എഴുതുമായിരുന്നു. അപ്പം ഇത്തവണ DOPT എല്ലാ ബാക്ക്ലോഗും ഫൗണ്ടേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ വർഷം ഞങ്ങൾ മെയിൻസ് കഴിഞ്ഞിട്ട് ഞങ്ങളെ തിരിച്ച് ഫൗണ്ടേഷന് വേണ്ടി വിളിച്ചു. അപ്പൊ ആദ്യം ഞാൻ കുറച്ച് കൺഫ്യൂസ് ആയിരുന്നു, നല്ല ഡിലമ ഉണ്ടായിരുന്നു, ബ്രദറിനൊക്കെ കുറെ കൺഫ്യൂസ് ചെയ്തിട്ടുണ്ട് പോണോ പോണ്ടോ എന്നുള്ള കാര്യത്തിൽ. പക്ഷെ പിന്നെ ഞാൻ ആലോചിച്ചത് ബാക്ക് എൻഡിൽ ഞാൻ പോകുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ഒരു ഓഫീസർ ലൈക്ക്, ഞാൻ ഓൾറെഡി സർവീസിലുള്ള കാൻഡിഡേറ്റ് ആയിട്ട് ഞാൻ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഒരു ഓഫീസർ ലൈക്ക് ക്വാളിറ്റി എന്നിൽ നിന്നും ഇന്റർവ്യൂ ബോർഡ് എക്സ്പെക്ട് ചെയ്യുമായിരിക്കും. അതിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഇതാണ്. കാരണം 3 months എൻ്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഫൗണ്ടേഷന് പോകുമ്പോൾ നടക്കും, ദാറ്റ് ടു വിത്ത് സാലറി. അപ്പോൾ അങ്ങനെ പിന്നെ അക്കാഡമിയിൽ നിന്ന് നമുക്ക് മാൻഡേറ്ററി ആക്കി പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ രോഗി ഇച്ഛിച്ചത് വൈദ്യം കൽപ്പിച്ചൊക്കെ പാലായതുകൊണ്ട് ഞാൻ ലൈക്ക് കുറച്ച് ഇനിഷ്യലി കുറച്ച് മനസ്സോടെ ആണെങ്കിലും, കാരണം ഞാനത് പ്രതീക്ഷിക്കുന്നത്, ഞാൻ മെയിൻസ് ആയിട്ട് ഫുൾ ഓൺ ചില്ലിങ് എന്നുള്ള മോഡലായിരുന്നു. അപ്പോഴാണ് ഇത് വന്നത്. അങ്ങനെ മനസ്സോടെ അതിന് പോയി. അപ്പോൾ ഈ ഫൗണ്ടേഷനിലുള്ള കുറേ ലേണിങ്ങുകൾ എൻ്റെ പേഴ്സണാലിറ്റിനെ നന്നായിട്ട് ഷേപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് മെയ്ഡ് മീ റിയലി കോൺഫിഡൻറ്റ്. അപ്പം അത് ഒരു സ്ട്രാറ്റജി ആയിരുന്നു. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിൻ്റെ കൂടെ നമ്മൾ ഇരുന്നിട്ടുണ്ട് കുറേ. അപ്പം സാർ എപ്പോഴും എംഫസൈസ് ചെയ്യുന്ന വജി നമ്മൾ സെക്കൻഡ് ടൈം പോകുന്നതുകൊണ്ട് അവർ എക്സ്പെക്ട് കുറേയും കൂടി ബെറ്റർ ഇൻസൈറ്റ്സ് എന്നുള്ള രീതിയിൽ സാറ് പറഞ്ഞിട്ടുള്ളൊരു ഐഡിയ ഉള്ളത്. അതായത് മൾട്ടിപ്പിൾ ഐഡന്റിറ്റീസ് ഇന്റർമിംഗിൾ ചെയ്തുകൊണ്ട് ചോദിക്കുക എന്നുള്ളത്. ഇപ്പം ഞാൻ റെയിൽവേ നിന്നാണ്, അതേസമയം എൻ്റെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് വയലൻസ് മെമ്മറി സ്റ്റഡീസ് ആണ്. അപ്പം റെയിൽവേ റിലേറ്റഡ് വയലൻസ് ചിലപ്പോൾ ചോദിച്ചേക്കാം, അല്ലെങ്കിൽ ലിറ്ററേച്ചർ പ്ലസ് റെയിൽവേയിൽ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചേക്കാം. അപ്പം ഞാൻ ഡാഫ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ക്രോസ് ഓവേഴ്സ് ഐഡന്റിറ്റികൾ, ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന ഐഡന്റിറ്റികൾ എവിടെയൊക്കെ ക്രോസ് ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ തേർഡ് ആംഗിളായിട്ട് എനിക്ക് ഇടയ്ക്ക് തോന്നി, ഇപ്പോൾ സാറിനെ മെൻഷൻ ചെയ്തിട്ട് ഇടയ്ക്ക് ആൻസേഴ്സ് ബുക്കിഷ് ആണെന്നുള്ള, കുറച്ചുകൂടി ഗ്രൗണ്ടഡ് ആക്കാണെന്നുള്ള. അപ്പോൾ ആ ഒരു ഫീഡ്ബാക്ക് ഉൾക്കൊണ്ടുകൊണ്ട് എൻ്റെ ബ്രദർ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഫാക്കൽറ്റിയാണ്. സോ ഹി ഓൾസോ ഡീൽസ് വിത്ത് പബ്ലിക് പോളിസി, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അതുപോലെ ബ്രദറിൻ്റെ ഫ്രണ്ട് ഉണ്ട് ഷബീർ എന്ന് പറഞ്ഞിട്ട്, അദ്ദേഹം ഒരു ജേർണലിസ്റ്റും കൂടിയായിരുന്നു. സോ ഹി ഹാസ് റിയലി ഗ്രൗണ്ടഡ് ഇൻഫർമേഷൻ അബൌട്ട് കുറേ കാര്യങ്ങൾ. അപ്പം ഞങ്ങൾ ഡെയിലി ഇരുന്നിട്ട് ലൈക്ക് ഈ പ്രസ്സിംഗ് ഇഷ്യൂസിൽ എന്തായിരിക്കണം പെർസ്പെക്റ്റീവ്, എങ്ങനെയായിരിക്കണം ഗ്രൗണ്ടഡ് ആൻസേഴ്സ് പറയേണ്ടതെന്നുള്ള കുറേ ബ്രെയിൻ സ്റ്റോം ഉണ്ട്. ബ്രദറിൻ്റെ കൂടെ മെയിൻസിൻ്റെ സമയത്ത് ഇതേപോലെ ഞാൻ ഇരുന്നിട്ടുണ്ട്. എസ്പെഷ്യലി urbanization അങ്ങനെയുള്ള കുറേ GS-ലുള്ള ടോപ്പിക്സുകൾ, ഗവേണൻസ് പോലുള്ള ടോപ്പിക്കുകളിൽ ഹി കുഡ് ഹാവ് ലൈക്ക് കുറേ കൂടി നല്ലൊരു ഗ്രൗണ്ടഡ് അക്കാഡമിക് പെർസ്പെക്റ്റീവ്സ് അത് ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഒരു എക്സ്ട്രാ എഡ്ജ് ഉണ്ടാവുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ഇരുന്നിട്ടുണ്ട്. സോ അതായിരുന്നു എൻ്റെ ഒരു തേർഡ് ലെവൽ ഓഫ് സ്ട്രാറ്റജി. ഫോർത്ത്ലി ഉള്ള എൻ്റെ സ്ട്രാറ്റജി തന്നെ ഞങ്ങൾ തന്നെ മറ്റേ ഒരു പ്രൈവറ്റ് അഹങ്കാരമാണ് ഞങ്ങളുടെ. പക്ഷെ ഞങ്ങൾക്കൊരു ഞങ്ങളുടെ തന്നെ ഒരു അക്കാഡമി ഉണ്ട്, ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെവിൻ, ബെഞ്ചു, നേരത്തെ പറഞ്ഞ പോൾ, ആൽബർട്ട് ഏട്ടനൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾക്ക് ഡെയിലി ഞങ്ങൾ മോക്ക് ഇൻ്റർവ്യൂ എടുക്കും. അപ്പോൾ 2021 എൻ്റെ ഇൻ്റർവ്യൂ ക്വാളിഫിക്കേഷൻ നടന്ന സമയത്ത് ഞാനും പോളുമായിട്ട് തുടങ്ങി. പോൾ എൻ്റെ ബാച്ച്മേറ്റ് ആണ്. ഞാനും പോളുമായിട്ട് ഒരു 1-on-1 പോലെ ചെയ്ത് തുടങ്ങിയാണ്. കാരണം പോൾ ഇസ് വെരി ഗുഡ് അറ്റ് സൊഫിസ്റ്റിക്കേഷൻ, ഇൻ്റർവ്യൂ ട്രെയിനിങ്ങിന് അടിപൊളിയാണ്. അത് കഴിഞ്ഞ് 23 ബെഞ്ചോ ചേട്ടനെയും നെവിനെയും കൂടി ഞങ്ങൾ അതിലേക്ക് ആഡ് ചെയ്തു. അന്ന് അവരായിരുന്നു ഇൻ്റർവ്യൂവിന് പോകുന്നത്. ആൻഡ് ഇറ്റ് ടേൺ റിയലി വെൽ. അത് കഴിഞ്ഞ് 24 ഞാനും ആൽബർട്ട് ഏട്ടനും പോയി. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് അവർ ട്രെയിനിങ് തന്നു. 25 ദേ ഓൾ സാറ്റ് ഫോർ മീ. എന്നിട്ട് നന്ദു ചേട്ടൻ ഞങ്ങളുടെ സീനിയർ എല്ലാവരും ഇരുന്നിട്ട് എല്ലാ ദിവസവും അരമണിക്കൂർ ഞങ്ങളിങ്ങനെ ഇൻ്റർവ്യൂ പിയർ ഗ്രൂപ്പ് പോലെ ഇൻ്റർവ്യൂ ഫീഡ്ബാക്ക് എടുത്തുകൊണ്ടിരുന്നു. സോ ഈ വർഷം അങ്ങനെ ഞാനും ആൽബർട്ട് ഏട്ടനും KS-ലും സിവിൽ സർവീസിലായിട്ട് കയറി. അപ്പോൾ ഞങ്ങളുടെ അക്കാഡമി ഞങ്ങൾ വളരെ ഭയങ്കര സ്ട്രോങ് ആണ്. 6-ൽ 4 പേരും കയറിയിട്ടുണ്ട്. ഞങ്ങൾ എപ്പോഴും പ്രൈവറ്റ് അഹങ്കാരമായിട്ട് പറയാറുണ്ട്. നൈസ്. അജയ് നേരത്തെ ഒരു വാക്ക് പറഞ്ഞു, ഓഫീസർ ലൈക്ക് ക്വാളിറ്റീസ്, റൈറ്റ്? അപ്പോൾ ഈ ഫൗണ്ടേഷൻ കോഴ്സിലൂടെ ഈ ഓഫീസർ ലൈക്ക് ക്വാളിറ്റീസ് അതെന്താണ്, അതെങ്ങനെയാണ് ഷേപ്പ് ചെയ്യുന്നത് ഫൗണ്ടേഷൻ കോഴ്സിലൂടെ? സാർ അതിൽ ഫോർമൽ ആയിട്ടുള്ള ലേണിംഗ് ഉണ്ട്, ഇൻഫോർമൽ ആയിട്ടുള്ള ലേണിംഗ് ഉണ്ട്. ഇപ്പോൾ ഫോർമലി പറയുകയാണെങ്കിൽ ഫൗണ്ടേഷൻ കോഴ്സ് മുന്നോട്ട് വയ്ക്കുന്ന 3 വാല്യൂസ് ഉണ്ട്: എബിലിറ്റി, അഡാപ്റ്റബിലിറ്റി, അനോണിമിറ്റി. ഇപ്പോൾ എബിലിറ്റി എന്ന് പറയുന്നത് നമ്മളൊരു ഓഫീസർ ആയി കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു എനിത്തോട്ട് പത്രം വായിക്കണ്ട എന്നുള്ളതല്ല, മറിച്ച് ഒരു ഓഫീസറായിരിക്കുമ്പോൾ നമ്മൾ കീപ്പ് ഓൺ ആഡിങ് ടു അവർ ഓൺ സ്കിൽസ്. നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കണം. കാരണം എവറി 3 years വി ആർ ട്രാൻസ്ഫേർഡ് ഇൻ ടു അതർ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ അതർ ന്യൂ പോസ്റ്റ്.
അപ്പൊ അവിടെ നമ്മൾ ഈ ചൽത്താഹെ സർക്കാരി ആറ്റിറ്റ്യൂഡ് കാണിക്കുകയാണെങ്കിൽ ആ ഓഫീസർ ഡെഡ് ആയതുകൊണ്ട് തന്നെ ആ ഓഫീസും ഡെഡ് ആയിരിക്കും. നമ്മുടെ സബോർഡിനേറ്റ്സ് വിൽ കോപ്പി വാട്ട് എവർ വി ഡു. സോ അതിന് അവിടെ അക്കാഡമിന്ന് ഇപ്പം പറയുന്നത് കീപ്പ് ഓൺ ലേണിംഗ് ന്യൂ തിങ്സ്. അതിനുവേണ്ടി അവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ക്ലബ് ആക്ടിവിറ്റീസ് ആണെങ്കിൽ പോലും ഇപ്പം മ്യൂസിക് അറിയാവുന്ന ഒരാൾ മ്യൂസിക് ക്ലബ് എടുക്കാൻ പാടില്ല. ദേ ഹാവ് ടു ഇതർ ചൂസ് ഡാൻസിങ്, പെയിന്റിങ് അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി, അങ്ങനെയുള്ള രീതിയിലായിരുന്നു. പിന്നുള്ളത് അഡാപ്റ്റബിലിറ്റിയാണ്. കാരണം ഫ്രീക്വൻറ്റ് ട്രാൻസ്ഫേഴ്സ് വരാം, പല ഡിഫറെൻറ്റ് ഫീൽഡിൽ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ അഡാപ്റ്റബിലിറ്റി തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയാണ്. അപ്പോൾ ഈ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി നമ്മൾ ഫീൽഡ് വിസിറ്റിനൊക്കെ പോകുമ്പോൾ നമ്മൾ ഗ്രൂപ്പിംഗ് ആക്കി തിരിക്കുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട്സ് നമ്മളുള്ള ഒരു സെയിം ഗ്രൂപ്പ് ആണെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ അക്കാഡമിയിൽ നിന്ന് പറയുന്നൊരു കാര്യം, യു ക്യാൻ നെവർ ചൂസ് യുവർ സബോർഡിനേറ്റ്സ്. നിങ്ങളുടെ കൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾക്ക് ഒരിക്കലും ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തിനാ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഫീൽഡ് വിസിറ്റിന് പോകുന്ന വാശി പിടിക്കുന്നത് എന്നുള്ളതാണ് അക്കാഡമിയിൽ. ഇതാണ് അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. പങ്ക്ച്വലി ഒരു T-5 എന്ന് പറഞ്ഞ റൂൾ ഉണ്ട്. 9:30 ക്ലാസ്, 9:25 എത്തണം. അതേപോലെ ഇൻ കേസ് ക്ലാസ് എക്സ്റ്റെൻഡ് ആയാൽ പോലും ഇപ്പോൾ 2 മണിക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് 2:30 കയറണമായിരുന്നു. കാരണം പ്രിൻസിപ്പൽ സെക്രട്ടറിന്റെ ഒരു അഡ്രസ്സ് നീണ്ടുപോയി. അപ്പോൾ 1 മണിക്ക് തീരേണ്ടതായിരുന്നു, 2 മണിക്ക് തീരാൻ 2:30 അതേസമയം അടുത്ത സെഷൻ വെച്ചിട്ടുണ്ട്. സോ ഞങ്ങളോട് പറഞ്ഞത് ദാറ്റ് ഈസ് കോൾഡ് അഡാപ്റ്റബിലിറ്റി. യു നീഡ് ടു അഡ്ജസ്റ്റ് വിത്ത് ദാറ്റ് സിറ്റുവേഷൻ. പിന്നെ അനോണിമിറ്റിയാണ്. അതായത് പൊതുവേ സോഷ്യൽ മീഡിയ ഹാങ് ഓവർ വരാറുണ്ട് പലർക്കും. സോ അതിൻ്റെ അകത്ത് അതായത് നിങ്ങളുടെ സോഷ്യൽ മീഡിയ അറ്റൻഷൻ വരുന്നത് നിങ്ങൾക്ക് ഈ സർവീസ് കിട്ടിയോണ്ടാണ്. പക്ഷെ ആ സർവീസ് തന്നെ ഇറ്റ്സ് എ ഗവൺമെന്റ് സർവീസ്, നോട്ട് ലൈക്ക് നിങ്ങളുടെ പ്രൈവറ്റ് സർവീസ്, നിങ്ങളുടെ പ്രൈവറ്റ് ആംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ടോ അല്ല, മറിച്ച് നിങ്ങൾക്ക് ഗവൺമെന്റ് എന്നിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയാണ്. അത് നിങ്ങളുടെ പ്രൈവറ്റ് പേഴ്സണാലിറ്റി കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ റൂൾ ഉണ്ടായിരുന്നു. അവിടെ നടക്കുന്ന ഇവന്റ്സ് ഒന്നും നമുക്ക് നമ്മുടെ പ്രൈവറ്റ് പേജിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂളും ഉണ്ടായിരുന്നു. ഇതാണ് ഫോർമൽ ലേണിംഗ്. ഇൻഫോർമൽ ലേണിംഗിൽ ക്യൂരിയോസിറ്റി, ഞാൻ ഈ പറഞ്ഞ പോലെ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു എനർജി. പിന്നെ അഡാപ്റ്റബിലിറ്റിക്കുള്ള വേറൊരു എക്സാമ്പിളാണ് ഇപ്പോൾ നമുക്ക് 1 act play ഒക്കെ ഉണ്ട് അവിടെ. അത് ജസ്റ്റ് ഒരാഴ്ച മുമ്പേ അനൗൺസ് ചെയ്യുള്ളൂ. അപ്പോൾ സ്ക്രിപ്റ്റിംഗ് തൊട്ട് ആക്ടിങ് വരെ നമ്മളെല്ലാം 1 week ചെയ്യണം. അത് പക്ഷേ ക്ലാസ് കട്ടിയിട്ട് ചെയ്യാൻ പറ്റില്ല. ക്ലാസ് കഴിഞ്ഞ് 4:30 ക്ലാസ്സും കഴിഞ്ഞ് 6 മണിക്കുള്ള ക്ലബ് ആക്ടിവിറ്റിയും കഴിഞ്ഞിട്ട് വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതിന് എല്ലാം പ്രോപ്പ് തൊട്ട് ആക്ടിങ്, സ്ക്രിപ്റ്റിങ് എല്ലാം ഈ ഒരാഴ്ചക്കുള്ളിൽ ചെയ്യണം. അത് ലൈക്ക് നമുക്ക് ആ കാണുമ്പോൾ അനൗൺസ് ചെയ്യുമ്പോൾ ഒരു മെന്റൽ ബ്ലോക്കാണ്. പക്ഷെ ആ മെന്റൽ ബ്ലോക്കിനെ മറികടക്കാൻ പറ്റുന്ന ഈ അഡാപ്റ്റബിലിറ്റിയാണ്. ഒരാഴ്ചക്കുള്ളിൽ ചെയ്യണമെങ്കിൽ ചെയ്യണം എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ഫീൽഡ് വിസിറ്റ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഈ ആഴ്ച ഫീൽഡ് വിസിറ്റിന് പോയി കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ചിലപ്പം വേറെ ഏതെങ്കിലും അറ്റാച്ച്മെന്റിന് വേണ്ടി, ആർമിയുടെ അറ്റാച്ച്മെന്റ് വേണ്ടി അതിന് പോകേണ്ടി വരും. സോ വന്ന് ഡ്രസ്സ് എല്ലാം അയൺ ചെയ്ത് പ്രോപ്പർലി ഗ്രൂം ചെയ്തിട്ട് പോകണം. സോ ഇങ്ങനെയുള്ള പാഷൻ, എനർജി, ക്യൂരിയോസിറ്റി, ഇങ്ങനെയുള്ള കുറേ ഇൻഫോർമൽ ലേണിംഗും പോസിബിൾ ആക്കിയത് ഫൗണ്ടേഷൻ ആണെന്ന് തോന്നുന്നു സാർ. അജയ് ഒരു ടീച്ചർ ആയിരുന്നു, അപ്പം ഒരു ഓഫീസർ ട്രെയിനിങ് നടത്തിയിട്ടുണ്ട്, ആസ്പിറന്റ് ആയിരുന്നു, റൈറ്റ്? അപ്പം അതിന്റെ എല്ലാം ഒരു എക്സ്പീരിയൻസിൽ ചോദിക്കുകയാണ്, റൈറ്റ്? ഇപ്പോൾ ഒരു സ്കൂളിലോ കോളേജിലോ സിവിൽ സർവീസ് പോലെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് അല്ലെങ്കിൽ സിവിൽ സർവീസ് ആൻഡ് അതർ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് പെർസ്യൂ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ് അവരെങ്ങനെയായിരിക്കും അവരുടെ ഒരു കരിയർ പാത്ത് ബിൽഡ് ചെയ്യുക? എനിക്ക് തോന്നുന്നു സാർ, എസ്പെഷ്യലി സ്കൂളിലേക്ക് വരുമ്പോഴാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ക്വാളിറ്റീസ്, കുട്ടികൾ ക്യൂരിയസ് ആയ ഇതെന്താ ഇങ്ങനെ, അല്ലെ ക്യാൻ വി ഡു സംതിങ്, അടിപൊളിയായിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, പാഷൻ ഉണ്ട്, നമ്മൾ ഇപ്പം പറഞ്ഞ പോലെ ക്ലബ് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പം അതിനോട് ഇപ്പം ലെറ്റ്സ് ഞാനിപ്പോൾ യൂക്കലേല് അവിടെ ഇവിടെയൊക്കെ കുറച്ചായിട്ട് വായിക്കും. ബട്ട് തന്നെ എനിക്ക് മ്യൂസിക് ഒരു പാഷനാണ്. അപ്പോൾ പാഷൻ ആകുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവും, എനർജി ഉണ്ടായിരിക്കും. ഇപ്പം ഐ കുഡ് ബി എ ഡൾ ഓഫീസർ അല്ലെങ്കിൽ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഓഫീസർ. ഐ ആം പ്രിറ്റി കോൺഫിഡൻറ്റ് ദാറ്റ് എനർജറ്റിക് ആയ ഓഫീസറിൽ ആണ് ഈവൻ സബോർഡിനേറ്റ്സിനും എനർജി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ അങ്ങനെ ക്യൂരിയോസിറ്റി, പാഷൻ, എനർജി, പിന്നെ ഇന്നോവേറ്റ് ചെയ്യാൻ കുട്ടികൾ റെഡി ആയിരിക്കാനാണ്. അത് റിഫ്ലക്ട് ചെയ്തുകൊണ്ട് പുതുതായിട്ട് എന്തെങ്കിലും ബെറ്റർ ആക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ക്യാൻ ദേ മേക്ക് ദെയർ ഇന്നത്തെ ദിവസം നാളെ കുറേയും കൂടി ബെറ്റർ ആക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അവർ ചെയ്ത കാര്യം. അപ്പം അതിനുകൊണ്ട് ഈ ജേർണലിങ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സോ ഇത്തരം ക്വാളിറ്റീസ് അവർ ചെയ്യുന്ന പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ്, ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ UPSCക്ക് വേണ്ടി സ്പെസിഫിക്കലി അവർ പഠിച്ചു തുടങ്ങിയില്ലെങ്കിൽ പോലും ഇതെല്ലാം അവരുടെ UPSC പ്രിപ്പറേഷനെ കോംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന ഫാക്ടേഴ്സ് ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സ്കൂൾ സ്റ്റുഡൻസിനുള്ള അഡ്വൈസ് ഇപ്പോൾ പറഞ്ഞു. സിമിലർലി കോളേജ് സ്റ്റുഡൻസിന് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്തായിരിക്കും സ്കിൽ സെറ്റ് ബിൽഡ് ചെയ്യാൻ? ഒന്ന് തന്നെ കോളേജിൽ എക്സ്പ്ലോർ ചെയ്യാന്നുള്ള തന്നെയാണ് സർ. അതായത് അവിടെയുള്ള ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുക, അതിൽ അവർ ആ പാഷൻ കാണിക്കുന്നില്ല. ഇപ്പം എനിക്ക് ക്ലാസിക്കായിട്ട് പറയാനുള്ള എക്സാമ്പിൾ തന്നെ ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് കൂടെ ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. ഇപ്പം ഞങ്ങൾക്ക് തൃശ്ശൂർ ഇരിഞ്ഞാലക്കുടി ആയിരുന്നു ഞാൻ വർക്ക് ചെയ്തത്. അപ്പം തൃശ്ശൂർ കുറേ ബിസിനസ് ഗ്രൂപ്പ്സുകളുണ്ട്. അപ്പം ഞാൻ അവിടെ ഇറ്റ്സ് ലൈക്ക് ഞാൻ ഒബ്സർവ് ചെയ്ത കുറേ കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ സ്റ്റുഡൻസിനെ വെച്ച് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. അപ്പോൾ തിങ്ക് സ്കൂൾ എന്നൊരു ബിസിനസ് കേസ് സ്റ്റഡി ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാനലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മലയാളം വേർഷൻ പോലെ ഒരു
തൃശ്ശൂർ ഒരുപാട് ബിസിനസ് ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ ഓരോ എപ്പിസോഡിൽ ഓരോ ബിസിനസ് ഗ്രൂപ്പ്സിന്റെ കേസ് സ്റ്റഡി ചെയ്യാം എന്നുള്ളൊരു ഐഡിയ എനിക്ക് മനസ്സിലുണ്ടായിരുന്നു. സോ ഇത് ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ്. കുട്ടികൾ ഇപ്പോൾ യൂട്യൂബ് വീഡിയോ ചെയ്യുമ്പോൾ പല കഴിവുകളുള്ള ആൾക്കാരെ ഒരുമിച്ചൊരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരുന്നത്. ഇപ്പം റിസർച്ച് ചെയ്യുന്നവർക്ക് അങ്ങനെ, എന്നാൽ പ്രസൻറ്റേഷൻ സ്കിൽസിൽ വർക്ക് ചെയ്യുന്ന ആങ്കറിങ് താല്പര്യമുള്ള കുട്ടികൾക്ക് അങ്ങനെ, അല്ല ഇനി വീഡിയോ എഡിറ്റിംഗ് സ്കിൽസ് ആണ് ഉള്ളത് അങ്ങനെ. അപ്പം അവർക്ക് ഇൻഹെറൻ്റ് ആയിട്ടുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡിനെ കുറേ കൂടി എൻഹാൻസ് ചെയ്യാനുള്ള എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് അവന്യൂ ചില സമയത്ത് നമ്മുടെ സിലബസുകൾക്ക് കൊടുക്കാൻ പറ്റാറില്ല. സോ അത് ഓഫർ ചെയ്യാന്നുള്ള ഒരു ക്ലാസ് റൂം ലേണിംഗിൽ നിന്ന് പുറത്തായിട്ട് അവർ തന്നെ സ്വയം ചെയ്ത് സ്വയം കണ്ടുപിടിച്ച് തന്നെ ചെയ്യാനുള്ളൊരു ഐഡിയ എനിക്കുണ്ടായിരുന്നു. സോ ഞാൻ എക്കണോമിക്സിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. സോ എക്കണോമിക്സ് കുട്ടികൾക്ക് ഞാൻ ഇക്കണോമിക് ജേർണലിസം എന്നൊരു കോൺസെപ്റ്റ് പ്ലസ് അതിൻ്റെ കൂടെ ഈ ഒരു ഐഡിയ തൃശ്ശൂരുള്ള ബിസിനസ് ഗ്രൂപ്പ്സുകളുടെ കേസ് സ്റ്റഡി ചെയ്യുന്നുള്ള രീതിയിൽ ഞങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അപ്പോൾ അതിൻ്റെ മാർക്കറ്റിംഗ് തൊട്ട് അതിൻ്റെ സ്പോൺസർഷിപ്പ് കണ്ടുപിടിക്കുന്നവരെ എല്ലാം കുട്ടികളാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ വാസ് ജസ്റ്റ് ലൈക്ക് കോർഡിനേറ്റിംഗ് വിത്ത് ദം. സോ അത് അവർക്ക് എവിടെ വേണമെങ്കിൽ ഇപ്പോൾ CV വേണമെങ്കിൽ CV എഴുതാം. ആൻഡ് ഈവൻ അവർ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ മോർ ദാൻ ഈ സർട്ടിഫിക്കറ്റ്സിലെ മാർക്കിനേക്കാൾ ഉപരി അവർക്ക് ഇത്തരത്തിലുള്ള ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഉള്ള സാധനങ്ങൾ കാണിക്കാൻ പറ്റും എന്നുള്ള സാധനം എനിക്ക് തോന്നുന്നു സാർ ഇപ്പം അത് തന്നെയാണ് ഇൻഡസ്ട്രിയിൽ നോക്കുന്നത്. അപ്പം നമ്മൾ ഈ ജോബ് റെഡി മാർക്കറ്റിന് വേണ്ടി കുട്ടികളെ പരിശീലിപ്പിക്കുക എന്ന് പറയുന്ന സാധനത്ത് ഇത് തന്നെയാണ്. അതായത് എന്താണോ ഇൻഡസ്ട്രിക്ക് വേണ്ട സ്കിൽ സെറ്റ് അത് കുട്ടികളെ കോളേജിൽ തന്നെ ചെയ്യിപ്പിക്കുക എന്നുള്ള രീതിയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അങ്ങനെ റീഓറിയന്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് സാർ. ഓക്കെ, നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. സിവിൽ സർവീസ് പ്രിപ്പറേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരു ആസ്പിറന്റിന്, ഒരു ബിഗിനറിന് അജയ്ക്ക് കൊടുക്കാനുള്ള അഡ്വൈസ് എന്തായിരിക്കും? ഫസ്റ്റ് അഡ്വൈസ് വെച്ചാൽ ആദ്യം പാറ്റേൺസ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എവിടെയാണ് UPSC എംഫസൈസ് ചെയ്യുന്നത്, എവിടെയാണ് UPSCയുടെ പ്രയോറിറ്റി ഏരിയ എന്നുള്ളത് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ രണ്ടാമത്തെ എന്ത് ചെയ്യുക, ആ പ്രയോറിറ്റി ഏരിയസിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്, അതായത് ഫോക്കസ് അത് കൂടുതൽ അതിലേക്ക് പോകുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു അഡ്വൈസ് എന്നുള്ളത്. മൂന്നാമത്തത് പ്രോസസ്സ് ഭയങ്കര അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ള പ്രോസസ്സാണ്. പക്ഷേ പ്ലേ ടിൽ ദി എൻഡ്, അവസാനം വരെ നമ്മൾ കളിക്കുക എന്നുള്ളതാണ്. കാരണം വി നെവർ നോ എവിടെയാണ് നമ്മുടെ ആ ഒരു ഭാഗ്യം അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ എത്തിച്ചേരുക നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. സോ അവസാനം വരെ ആ പ്രോസസ്സിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ചെയ്യാന്നുള്ളൊരു പേഴ്സിവറൻറ്റ് മൈൻഡ് സെറ്റ് കാണിക്കുക എന്നുള്ളതാണ് സാർ എൻ്റെ ഫൈനൽ അഡ്വൈസ്. ഓക്കെ അജയ്, താങ്ക് യു സോ മച്ച്. നമ്മൾ ഒത്തിരി ഒരു ഫിലോസഫിക്കൽ ഇന്റർവ്യൂ ആയിരുന്നു. നമ്മൾ ഒത്തിരി റിഫ്ലക്ട് ചെയ്തു, ഒത്തിരി പുതിയ കാര്യങ്ങൾ എനിക്ക് ഇൻഫർമേഷൻ കിട്ടി. സാറ് ഡെഫിനറ്റ്ലി എൻ്റെ ഇന്റർവ്യൂ സ്റ്റൈലിൽ ഒരുപാട് എന്നെ ഇങ്ങോട്ടേക്ക് ലൈക്ക് പുഷ് ചെയ്തു. ഇൻഫാക്ട് സാറിന്റെ വാട്സ്ആപ്പ് മെസ്സേജ് പോലെ ഞാൻ ഫിലോസഫിക്കലി റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. സാറ് എനിക്ക് തോന്നുന്നു സാറിന്റെ സ്കൂളിൽ എന്തോ മീറ്റപ്പ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ സാറിന് റിയാക്ഷൻ വാട്സ്ആപ്പ് സ്റ്റാറ്റസിൽ റിയാക്ഷൻ അയച്ചപ്പോൾ സാർ എന്തോ ഇങ്ങനെ പറഞ്ഞു വന്നപ്പം ആ സമയത്താണ് എൻ്റെ ഫൗണ്ടേഷനും കൂടെ കഴിഞ്ഞത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ചെറിയ സങ്കടത്തിലേക്ക് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ സാറോട് ഇങ്ങനെ ഷെയർ ചെയ്തു. അപ്പോൾ സാർ പറഞ്ഞു അതെ അങ്ങനെയുള്ള മെമ്മറീസ് വി നെവർ നോ വി വർ ക്രിയേറ്റിംഗ് ഇറ്റ് ഉള്ള സാധനം എന്നെ തിരിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ കൊള്ളാലോ, ആർക്കെങ്കിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഫ്രേസാണ്. സോ അത് നല്ലൊരു ലേണിംഗ് ആയിരുന്നു സാർ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇന്റർവ്യൂലും സാറ് കുറെ ഇങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ട് അജയ് നമുക്ക് ഇരുന്നാലും ഇങ്ങോട്ട് ചോദിച്ചാൽ ആ ഒരു ബീങ് എ കൺസേൺ പേഴ്സൺ ആ ഒരു ഇതിനും ഒരുപാട് താങ്ക്സ്. ബിക്കോസ് ഞാൻ ഈ കൺസേൺഡ് ആയ ഇൻഡിവിജ്വൽ ഭയങ്കര എൻ്റെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ബീങ് ദെയർ ഫോർ ദി അതർ എന്നുള്ള സാധനത്തിലാണ് എൻ്റെ ഫ്രണ്ട്ഷിപ്പ് എല്ലാം വീവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സാറും ആ ഒരു കൺസേൺ ഫിഗർ ആയതിൽ ഒരുപാട് താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ദി കൈൻഡ് വേർഡ്സ്. താങ്ക് യു.